മാജിക് നോവലിലേക്ക് സ്വാഗതം. പട്ടുറുമാൽ പാർട്ട് 4. കോളേജ് ഗേറ്റ് കടന്ന് അകത്തേക്കായിരുന്നു അനീസയുടെ ഓട്ടം. പിന്നിൽ നിൽക്കുന്ന സുബൈർ പത്തി വിടർത്തി ആഞ്ഞു കൊത്താൻ വരുന്ന കരിമൂർഖനാണെന്നതുപോലെ അത്രയ്ക്ക് വേപത് പൂണ്ട് പാഞ്ഞ് രക്ഷപ്പെടാൻ എന്നതുപോലെ കോളേജിൻ്റെ വരാന്തയിലെത്തിയിട്ടേ അവൾ നിന്നുള്ളൂ. ഒരിക്കൽ പോലും പിന്തിരിഞ്ഞ് നോക്കിയതേയില്ല. സുബൈർ ഗേറ്റിങ്കിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി കാണാനുള്ള കരുത്തില്ലാത്തതുപോലെ അത്രയേറെ ഭയന്നിരുന്നു അവൾ. വരാന്തയിലെത്തി നിന്ന് അവൾ കിതച്ചു. തളർന്ന ഭിത്തിയിന്മേലേക്ക് ചാരി നിന്നു. അപ്പോഴാണ് അവൾ ഓർമ്മിച്ചത്, ഇനി ക്ലാസ്സിലേക്ക് ചെന്നിരിക്കാൻ വയ്യ. ക്ലാസ്സിൽ ശ്രദ്ധിക്കാനുമാവില്ല. അവൾ ലൈബ്രറിയിലേക്ക് നടന്നു. കുറേ സമയം സ്വസ്ഥമായിട്ടൊന്നിരിക്കണം. ലൈബ്രറിയിൽ കുട്ടികളുണ്ട്. ഏതെങ്കിലും ലെക്ചേഴ്സ് വന്നിട്ടില്ലെങ്കിൽ അവരുടെ പീരീഡ് ഫ്രീ ആകും. കുറച്ച് പേരെങ്കിലും ലൈബ്രറിയിലേക്ക് പോരും. റെഫറൻസിനായി വരുന്നവരുമുണ്ട്. കൂടുതൽ പേരും സമയം നീക്കാൻ പീരിയോഡിക്കൽസ് അന്വേഷിച്ചാണ് എത്തുന്നത്. അവരുടെ ഇടയിലെങ്ങും ചെന്ന് പെടാതെ അനീസ തിരക്കില്ലാത്ത ഒരു മൂലയിലേക്ക് നടന്നു. ബെഞ്ചിലേക്ക് തളർന്നിരുന്നു. കൈലേസ് കൊണ്ട് മുഖത്തെ വിയർപ്പൊപ്പി ഡെസ്കിലേക്ക് മുഖം ചായച്ച് കൈകളും ഡെസ്കിന് മീതെ വെച്ചു. അങ്ങനെ കിടന്നു. പക്ഷേ സുബൈറിൻ്റെ മുഖം എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഉള്ളിൽ നിന്നും മറയുന്നില്ല. ഒട്ടും കൂസലില്ലാത്ത പ്രകൃതം. നനുത്ത പുഞ്ചിരിയാണെങ്കിലും തൻ്റേടി തന്നെ. രചന ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള നീക്കം. ഭാവിയിൽ എന്തുണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് തന്നെ. എന്തിനെ നേരിടാമെന്നുള്ള ഉറപ്പിൽ തന്നെ. ഇതെന്ത് തുടക്കമാണ്? എവിടെ ചെന്നാണ് അവസാനിക്കുക? തൈക്കാട്ട് കുടുംബത്തിലെ ഓരോ അംഗവും ഉമ്മയ്ക്ക് ശത്രുവാണ്. അബ്ദുൽ സമദ് എന്ന പേര് കേൾക്കുന്നതേ ചെവിക്കുള്ളിൽ വെടിയുണ്ട തറയ്ക്കുന്നതിന് തുല്യമാണ് ഉമ്മയ്ക്ക്. അപ്പോൾ ബാപ്പയുടെ പെങ്ങളുടെ മകൻ എങ്ങനെ ഉമ്മയ്ക്ക് ശത്രു അല്ലാതാകും? സുബൈർ പറഞ്ഞത് ശരിയാണ്. ക്രിസ്ത്യാനിയാണെങ്കിലും ബോബിയുടെ കാര്യത്തിൽ ഉമ്മ സമ്മതിച്ചേക്കാമെന്ന് സങ്കല്പിക്കുകയെങ്കിലും ചെയ്യാം. പക്ഷേ സുബൈറിൻ്റെ കാര്യം ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. ഒരിക്കലും. രചനയോ? ഉമ്മയുടെ പിടിവാശിയും ശാഠ്യവും ദേഷ്യവും എല്ലാം അത്ര തന്നെ അവളിലുമുണ്ട്. രചന മനസ്സർപ്പിച്ച് സുബൈറിനെ സ്നേഹിച്ചു തുടങ്ങിയെങ്കിൽ റബ്ബേ, അനീസയ്ക്ക് തല കറങ്ങി. എങ്കിൽ വീട് യുദ്ധക്കളമാകും. തർക്കമില്ല, ഒരു തർക്കവും ഇല്ല. അനി. തൊട്ടരികിലൊരു നിമന്ത്രണം. അനീസ മുഖം ഉയർത്തി. മുൻപിൽ ബോബി. ആ മുഖത്ത് തെല്ലുൽക്കണ്ട. എന്തു പറ്റി അനി? നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? അതും ക്ലാസ് സമയത്ത്. ഒട്ടും പതിവില്ലല്ലോ ഇങ്ങനെ, അവൻ ചോദിച്ചു. ഇതാ തൻ്റെ സങ്കടത്തിൽ ഉത്കണ്ഠപ്പെടാനും പങ്കുചേരാനും ഒരാൾ എത്തിയിരിക്കുന്നു. ആ ഓർമ്മ അവളിൽ സങ്കടം തന്നെയാണ് തൂകിച്ചത്. ആ നീണ്ട മിഴികൾ നനവാർന്ന് തുളുമ്പി ഒഴുകിയിറങ്ങിയത് തൻ്റെ നെഞ്ചിനുള്ളിലേക്കാണെന്ന് തോന്നിപ്പോയവന്. അനി, എന്തുണ്ടായി എന്ന് പറയൂ. ബോബിക്ക് ഉത്കണ്ഠ വർദ്ധിച്ചു. അനീസ എഴുന്നേറ്റു. അവൻ്റെ മുഖത്തേക്ക് ഒന്നു നോക്കി. ഒരു നിമിഷം. നമ്മൾ ഒരുപാട് നിർഭാഗ്യം പേറേണ്ടവരാ ബോബി. അവൾ തേങ്ങി. എന്ത് നിർഭാഗ്യം? അവന് മനസ്സിലായില്ല. നമുക്ക് ഒരുമിക്കാൻ കഴിയില്ല. അതിന് വിധി അനുവദിക്കില്ല. ബോബി. തേങ്ങലിൻ്റെ ഒരു നേരിയ ചീള് തെറിച്ചു. അത് ഉയർന്നു പോകാതിരിക്കാൻ അനീസ് നന്നായി ശ്രദ്ധിച്ചു. സ്ഥലകാലത്തെക്കുറിച്ച് നന്നായി ബോധവതിയാണവൾ. ബോബി പുഞ്ചിരിക്കുകയാണ് ഉണ്ടായത്. എന്താ ഇപ്പോഴിങ്ങനെ ഒരു ബോധോദയം? അതും ഇത്ര പെട്ടെന്ന്? അവൻ താൻ പറഞ്ഞതിനുള്ളിലെ സീരിയസ്നെസ് ഉൾക്കൊണ്ടിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അതവളെ സങ്കടപ്പെടുത്തി. ക്ലാസ് കട്ട് ചെയ്ത് വന്നിരുന്ന് കരയാനും പറയാനും കിട്ടിയൊരു വിഷയം പോയിരുന്ന് പഠിക്കുന്നുണ്ടോ? ബോബി ഗൗരവക്കാരനായി ശാസിച്ചു. നിന്റെ ഇരിപ്പും കരച്ചിലും കണ്ടാൽ തോന്നും നാളെ നമ്മൾ ഒരുമിക്കാൻ ശ്രമിക്കുകയാണെന്ന്. അവൾ ദീനയായി നോക്കി. എന്നെ സംബന്ധിച്ചിടത്തോളം പഠനം പൂർത്തിയാക്കിയിട്ടേ ഉള്ളൂ എല്ലാം. അതും സ്വന്തം കാലിൽ നിന്നിട്ട്. അതിന് ഇനിയും കാലങ്ങൾ ഏറെയുണ്ട്. നമുക്കൊരുമിക്കാൻ അനീസയും കാത്തിരിക്കേണ്ടതായി വരും. അത്രത്തോളം. അതിനു മുമ്പ് ധൃതി വെച്ചാൽ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാം. എന്താ ബോബി ഇങ്ങനെ പറയുന്നത്? ഞാനിപ്പോൾ നിക്കാഹിന് ധൃതി വെച്ചു എന്നാണോ മനസ്സിലാക്കിയത്? അനീസയ്ക്ക് വിഷമം അധികരിച്ചു വന്നു. നിക്കാഹിനല്ല, വിവാഹത്തിന്. അങ്ങനെ പറയൂ. ബോബി ഗൗരവത്തിൽ തിരുത്തി. അനീസ പുഞ്ചിരിച്ചു പോയി. ഹാവൂ, ചിരിച്ചല്ലോ. ഇത്രയുമായല്ലോ. ഇനി പറയൂ, എന്താണ് കാര്യം? കയ്യിലിരുന്ന ബുക്കുമായി അവൾക്കെതിരെ ബെഞ്ചിൽ ബോബിയും ഇരുന്നു. അവളും ഇരുന്നു. എൻ്റെ ഉമ്മായെക്കുറിച്ച് അറിയാലോ, അവൾ ആരംഭിച്ചു. അറിയാം, പുലിയാണെന്നല്ലേ? ബോബി ചിരിച്ചു. തെല്ലുറക്കെ തന്നെ. ഇത് തമാശയല്ല ബോബി. എങ്കിൽ പറയൂ, കേൾക്കാൻ റെഡി. ബോബി ഗൗരവം ഭാവിച്ചിരുന്നു. എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഉമ്മ ഞങ്ങളെ രണ്ടുപേരെയും വളർത്തിയെന്നറിയാമോ? ഇതൊരു പുതിയ വാർത്തയല്ലല്ലോ. നീ തന്നെ ആവർത്തിച്ച് പറയാറുള്ളതല്ലേ. ഞങ്ങളെ നല്ല നിലയിൽ വളർത്തി പഠിപ്പിച്ച് ജോലിക്കാരികളാക്കിയിട്ട് വിവാഹിതരാക്കണം. അനീസ മുഖം കുനിച്ചുപോയി.
ഉമ്മയുടെ ലക്ഷ്യമാണത്. ആ ലക്ഷ്യം അങ്ങനെ തന്നെ സഫലീകരിക്കണമെന്ന് ഞാൻ ശപഥം ചെയ്തിരുന്നതാണ്. എന്നിട്ടും ശപഥം പൊട്ടിപ്പാളിസായിപ്പോയി അല്ലേ? ബോബി ചിരിച്ചു തെല്ലുറക്കെ. അനീസ ചിരിച്ചില്ല. ഞാനോ ഇങ്ങനെയായി. പക്ഷേ രചനയെങ്കിലും ഉമ്മയുടെ ലക്ഷ്യത്തിലെത്തുമെന്ന് ഞാൻ കൊതിച്ചു. അവൾ തേങ്ങി. എന്താ പ്രശ്നം? രചന പഠിക്കുകയല്ലേ? ജോലി കിട്ടിയിട്ട് വിവാഹം നടത്തിയാൽ മതി. സുബൈറിന് എന്താ കുഴപ്പം? നല്ല ഫാമിലി, ധാരാളം പണം, ഹാൻസം ഫെലോ, ഡിഗ്രി കഴിഞ്ഞതാണ് ഇഷ്ടം. ബോബി വിശദീകരിച്ചു. സുബൈറിന് എന്തൊക്കെ പ്ലസ് പോയിന്റുകൾ ഉണ്ടെങ്കിലും ഉമ്മ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. ബോബി കാരണം? ബോബി നെറ്റി ചുളിച്ചു. സുബൈർ എൻ്റെ മാമിയുടെ മകനാണ്, അതായത് എൻ്റെ ബാപ്പയുടെ പെങ്ങളുടെ മകൻ, അവൾ പറഞ്ഞു. അതിനെന്താ? ബാപ്പ ഉമ്മയ്ക്ക് 1-ാം നമ്പർ ശത്രുവല്ലേ ബോബി? ഓ, ബോബിക്ക് ഇപ്പോഴാണ് സംഗതി മനസ്സിലായത്. ഞാനിപ്പോൾ സുബൈറിനോട് സംസാരിച്ചു. അപ്പോഴാണ് ഈ നടുക്കുന്ന സത്യം അറിഞ്ഞത്. രചന അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ രചനയോട് സത്യം പറഞ്ഞ് പിന്മാറാൻ അനീസ ശ്രമിച്ചു നോക്കൂ. ഇല്ല ബോബി, ഒരിക്കലും അത് നടക്കില്ല. വായി, ഉമ്മയേക്കാൾ ഇരട്ടി പിടിവാശിക്കാരിയാണവൾ. ഒന്ന് ശ്രമിക്കാമെന്നേ ഉള്ളൂ. ബോബി ചിന്താധീനനായി. മാത്രമല്ല, അവളെ ഉപദേശിക്കാനോ പിന്തിരിപ്പിക്കാനോ എനിക്കെന്താണ് യോഗ്യത? നീ രചനയുടെ ചേച്ചിയാണ്. പക്ഷേ അവളേക്കാൾ വലിയ തെറ്റ് ചെയ്യുന്നവളാണ്. അനീസ മുഖം കുനിച്ചു. തെറ്റ്? ബോബിയുടെ കണ്ണുകൾ കുറുകി. ശബ്ദം കനത്തു. ഒരു ക്രിസ്ത്യാനിയെ ഒരു മുസ്ലിം പെണ്ണ് സ്നേഹിക്കുക തെറ്റല്ലെന്നാണോ? ഞങ്ങളുടെ സമുദായം അംഗീകരിക്കുമെന്നാണോ? ബോബി മറുപടി പറയാതെ അവളെ തന്നെ നോക്കിയിരുന്നു. എല്ലാം അറിയാം. എന്നിട്ടും സ്നേഹിച്ചു പോയി ബോബി. എന്നാലും ഞാൻ പറയുകയാണ്, നമുക്ക് പിരിയാം. ഇനി പിരിയാം ബോബി. പിരിയാമെന്നോ? ബോബിയുടെ സ്വരം കൂടുതൽ കനത്തു. ഞങ്ങൾ രണ്ടാളും ഒരുപോലെ തകർത്താൽ പിന്നെ ഉമ്മ ജീവനോടെ ഉണ്ടാവില്ല ബോബി. അങ്ങനെ ഉമ്മായെ കൊന്നിട്ട് ഞാൻ പിന്നെ എന്തിനു ജീവിക്കണം? അനീസ വീണ്ടും തേങ്ങിപ്പൊട്ടി. ബോബി എഴുന്നേറ്റ് കഴിഞ്ഞു. ഇത്രയ്ക്കേ ഉള്ളൂ നിന്റെ സ്നേഹം അല്ലേ? എന്നേക്കാൾ വലുത് നിനക്ക് ഉമ്മയാണ് അല്ലേ? ബോബിയുടെ സ്വരം തെല്ലുയർന്നു. എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും ഉണ്ട് എന്നെക്കുറിച്ച് പ്രതീക്ഷകൾ. എന്നെക്കുറിച്ച് അവർക്കും ഒരു ലക്ഷ്യമുണ്ട്. നിനക്ക് നിന്റെ ഉമ്മായെ പോലെ തന്നെയാണ് എനിക്ക് അവരും. ഞാനൊരു മുസ്ലിം പെണ്ണിനെ കെട്ടി എന്ന് അവരറിഞ്ഞാൽ ഒരുപക്ഷേ അവരും പിന്നെ ജീവനോട് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എന്നിട്ടും എന്നെ മറക്കണമെന്നോ പിരിയണമെന്നോ ഞാൻ പറഞ്ഞോ? അനീസ സ്തബ്ധയായി നിന്നു. ഇനി നിനക്ക് പിരിയണമെങ്കിൽ പിരിയാം, മറക്കണമെങ്കിൽ മറക്കാം. അത് നിന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടത്. എന്നോട് ചോദ്യങ്ങൾ വേണ്ട, എനിക്ക് നിർദ്ദേശങ്ങളുമില്ല. നിനക്ക് തീരുമാനിക്കാം എന്ത് വേണമെങ്കിലും. ഓക്കെ? ബോബി പിന്നെ നിന്നില്ല. അവളുടെ പ്രതികരണത്തിനോ മറുപടിക്കോ കാത്തില്ല. പിന്തിരിഞ്ഞു പാഞ്ഞുപോയി പുറത്തേക്ക്. അനീസയ്ക്ക് തോന്നി ആ വലിയ ഹാൾ തനിക്ക് ചുറ്റും കറങ്ങുകയാണെന്ന്. അന്ന് രാത്രിയിൽ ഉമ്മ ഇറങ്ങി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അനീസ പതിയെ രചനയെ വിളിച്ചു. അവളും ഉറങ്ങിയിരുന്നില്ല. നീ നല്ലവണ്ണം ആലോചിച്ചിട്ടാണോ രചന ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്? രചന വിളർന്നടുങ്ങി. താത്ത എല്ലാം അറിഞ്ഞിരിക്കുന്നു എന്നവൾക്ക് മനസ്സിലായി. എങ്ങനെ താത്തയ്ക്കരികിൽ നിന്ന് ഒന്ന് ഓടി രക്ഷപ്പെടണമെന്നറിയാതെ അവൾ പകച്ചു. നമ്മുടെ ഉമ്മായെ നമ്മൾ രണ്ടുപേരും ഒരുപോലെ തകർക്കണോ രചന? ലൈറ്റ് അണച്ച് കിടക്കുന്നതിനാൽ രചന ആശ്വസിച്ചു. താത്തയുടെ മുഖത്ത് നോക്കണ്ടല്ലോ. നിനക്കറിയാമോ സുബൈർ ആരാണെന്ന്? താത്ത, ഞാൻ. രചനയ്ക്ക് വാക്കുമുട്ടി. ഒഴിഞ്ഞു മാറുന്നതായിരുന്നു രചന നല്ലത്. എന്താ താത്ത? രചന അമ്പരന്നു. അവൻ, ആ സുബൈർ ആരാന്നറിയാവോ നിനക്ക്? നമ്മുടെ ബാപ്പാടെ പെങ്ങളുടെ മോൻ, സുഹർ മാമിയുടെ. അനീസ പറഞ്ഞു. താത്ത? രചനയൊന്ന് നടുങ്ങി തെറിച്ചുപോയി. സത്യമാണോ താത്ത? നീ ഇതൊന്നും ചോദിച്ചറിഞ്ഞില്ലേ? അങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നീ ഇത് ഇത്രയ്ക്കേ കരുതിയിട്ടുള്ളൂ സില്ലിയായിട്ട്. അനീസയ്ക്ക് പ്രതീക്ഷയായി. എങ്കിൽ നീ അതിൽ നിന്ന് പിന്മാറണം രചന. അനീസ കാര്യമായി പറഞ്ഞു. ഇനിയോ? രചന അമ്പരന്നു. എന്താണ് ഈ താത്ത പറയുന്നത്? സ്നേഹത്തെക്കുറിച്ചും സ്നേഹിക്കപ്പെടുന്നതിനെക്കുറിച്ചും അറിയാത്ത ആളാണോ ഈ താത്ത? ക്രിസ്ത്യാനിയെ സ്നേഹിക്കുന്ന ആളാണ് പറയുന്നത്. സ്വന്തം ജാതിയിലുള്ള ഒരുവനെ സ്നേഹിക്കുന്ന താൻ പിന്മാറണമെന്ന്. എന്തിന്? നിങ്ങൾ തമ്മിൽ കാര്യമായിട്ട് സംസാരിച്ചിട്ട് കൂടിയില്ലെന്ന് നീ ഇപ്പോൾ പറഞ്ഞില്ലേ? പിന്നെ പിന്മാറുന്നതിനെന്താ? കാര്യമായിട്ട് സംസാരിച്ചിട്ടില്ലായിരിക്കാം, പക്ഷേ ഞങ്ങൾ സ്നേഹിക്കുന്നു. വളരെ കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചു പോയി താത്ത, രചന പറഞ്ഞു. ഇനി എങ്ങനെ പിന്മാറണമെന്ന്? ഇനി അത് നടപ്പില്ല താത്ത. നിനക്കറിയോ രചന, ഈ റംസാൻ കൂടി വരുമ്പോൾ നമ്മൾ ബാപ്പായെ പിരിഞ്ഞിട്ട് 12 വർഷമാകുന്നു എന്ന്. ആ, രചന മൂളി. എന്തുകൊണ്ടാണ് നമ്മൾ പിരിഞ്ഞതെന്ന് നിനക്കറിയോ? രചന മൗനം. ബാപ്പ നമ്മുടെ ശത്രുവായതുകൊണ്ടാണ്, അനീസ തന്നെ മറുപടി പറഞ്ഞു.
താത്തായ്ക്ക് തെറ്റി, രചന ദൃഢമായി പറഞ്ഞു. ബാപ്പ ഒരിക്കലും എനിക്ക് ശത്രുവല്ല, ഞാൻ അങ്ങനെ കരുതിയിട്ടുമില്ല. അനീസ ഒന്ന് പതറിയെങ്കിലും പറഞ്ഞു. പക്ഷേ ബാപ്പ ഉമ്മയ്ക്ക് ശത്രുവാണ്. രചന മറുപടി പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സുബൈറും ഉമ്മയ്ക്ക് ശത്രു തന്നെ, അനീസ താക്കിയതുപോലെ പറഞ്ഞു. എങ്കിൽ ആ ശത്രുവിനെ സ്നേഹിക്കുന്നതാണ് എനിക്കിഷ്ടം, രചന പറഞ്ഞു. അനീസ കൈ എത്തിച്ച് ബെഡ് സ്വിച്ച് അമർത്തി. അനിയത്തിയെ നോക്കി രചന തുടർന്നു. ബാപ്പ ഉമ്മയ്ക്ക് ശത്രുവാണ്, അതുകൊണ്ട് സുബൈറും ശത്രുവാണെന്നല്ലേ താത്ത പറഞ്ഞത്? അതെ. ദൃഢഭാവത്തിൽ താത്തയെ നോക്കി രചന എണീറ്റിരുന്നു. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ടാണ് പറഞ്ഞത് ആ ശത്രുക്കളെ ഞാൻ സ്നേഹിക്കുമെന്നും. സ്നേഹിക്കുക മാത്രമല്ല, വന്ന് വിളിച്ചാൽ ആ നിമിഷം ഞാൻ ഒപ്പം ഇറങ്ങി പോവുകയും ചെയ്യും. രചനയുടെ ഭാവം ഉറച്ചതായിരുന്നു. അനീസ പകച്ച് അനിയത്തിയെ തന്നെ തുറിച്ച പടി നോക്കിയിരുന്നു പോയി. താത്ത, രചന വിളിച്ചു. അനീസ നോക്കി. ഉമ്മയോടുള്ള വെല്ലുവിളിയായിട്ട് തന്നെയാണ് ഞാൻ മുമ്പോട്ട് നീങ്ങാൻ ഉറച്ചത്. അതെ, ഉമ്മയെ തളയ്ക്കാൻ തന്നെ. രചന, അനീസ ഉറക്കെ വിളിച്ചുപോയി. മൂത്തവളായ തന്നേക്കാൾ എന്നും എന്തുകൊണ്ടും ഉമ്മ കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് രചനയാണ്. അനീസയ്ക്കതറിയാം. അവളെക്കുറിച്ച് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഉമ്മയ്ക്ക്. തന്നേക്കാൾ ഉയർന്ന മാർക്കോടെ രചന എന്നും പരീക്ഷയിലും പാസ്സാകും. ഉമ്മയ്ക്കത് അത്യന്ത അഭിമാനമാണ്. എപ്പോഴും അവളെ പുകഴ്ത്തി പറയും. ഒരു IAS ഓഫീസറാകണം. രചനയെക്കുറിച്ച് ഉമ്മയുടെ ലക്ഷ്യം അതാണ്. അത് പറയുമ്പോൾ ഉമ്മയുടെ മുഖം തിളങ്ങും. തന്നെക്കുറിച്ച് അത്ര ലക്ഷ്യബോധമൊന്നുമില്ല. നന്നായി പഠിക്കണം, നല്ലൊരു ഉദ്യോഗസ്ഥയാകണം, എത്താവുന്നത്ര ഉയരത്തിലെത്തണം, അതാണ് പറയാറ്. പക്ഷേ ഉമ്മയുടെ എല്ലാ ലക്ഷ്യവും തകിടം മറിയുന്ന വിധത്തിലാണ് എപ്പോഴും രചനയുടെ ചിന്താഗതി. അനീസയുടെ ഭയവും അതുതന്നെയായിരുന്നു. അത് സത്യമായിരിക്കുന്നു. ഉമ്മയുടെ ശത്രുക്കളെ അവൾ സ്നേഹിക്കുന്നു. സുബൈർ വിളിച്ചാൽ അവൾ ഇറങ്ങിപ്പോയി ഒപ്പം താമസിക്കുമെന്നും. ഉമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെ. 2 തരത്തിലാണ് ഉമ്മയ്ക്ക് അടിയേൽക്കുക. ഉമ്മയുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം തല്ലി ഉടയ്ക്കപ്പെടുക. അതിലുപരി അവൾ ശത്രുപക്ഷത്തേക്ക് വെല്ലുവിളിയോടെ പലായനം ചെയ്യുക. ശത്രുവാണെന്ന് അറിഞ്ഞിട്ട് തന്നെ. ഇല്ല, ഉമ്മയ്ക്കിത് സഹിക്കാനാവില്ല. അപ്പോൾ ആ സമയത്ത് പിന്നിൽ നിന്ന് താനും കുത്തിയാലോ? അനീസയ്ക്കാകെ തലവേദനയായി, ഊണും ഉറക്കവുമില്ലാതായി. രചനയെ മറക്കണം, ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണം എന്നൊക്കെ അനീസ സുബൈറിനോട് പറഞ്ഞു അന്ന്. പക്ഷേ സുബൈർ രചനയെ മറന്നില്ല, പിന്മാറിയതുമില്ല. ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ വിനാഴികയിലും ആ ബന്ധം ദൃഢപ്പെട്ടുകൊണ്ടേയിരുന്നു. നിൻ്റെ ഉമ്മയ്ക്ക് എൻ്റെ മാമ ശത്രുവാണ്, സുബൈർ രചനയോട് പറഞ്ഞു. കോളേജ് ക്യാമ്പസിൽ വെച്ച് തന്നെ വലിയ മുത്തശ്ശിമാവിൻ്റെ ചുവട്ടിൽ അവർ ഇരുവരും ഇരുന്നു. നിന്റെ ശത്രുവിൻ്റെ മരുമോനെ നീ എത്രത്തോളം സ്നേഹിക്കും രചന? എനിക്കാരും ശത്രുവല്ല സുബൈർക്ക, രചന പറഞ്ഞു. നിന്റെ ബാപ്പായും? അവൻ അടുത്ത് വന്ന് ചോദിച്ചു. ബാപ്പ ഒട്ടുമല്ല. എന്നിട്ട് ഒരിക്കൽ പോലും നിങ്ങൾ വന്ന ആ മനുഷ്യനെ കണ്ടിട്ടില്ലല്ലോ. സ്വന്തം ബാപ്പയല്ലേ. നിന്റെ താത്ത ഫീരുവാണ്, നീയോ? ഇങ്ങോട്ടും അതാകുമല്ലോ. ഞാൻ മകളല്ലേ, ഒരിക്കൽ പോലും ബാപ്പ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അങ്ങോട്ട് വന്നാൽ നിൻ്റെ ഉമ്മ തല വീശൂല്ലോ. ഉമ്മ വീശിയാൽ പോകുന്ന തലയാണെങ്കിൽ അതങ്ങ് പോകട്ടെന്ന് വെക്കണം, അല്ലാതെന്താ? രചന ചോദിച്ചു. അമ്പടി ഭയങ്കരി. സുബൈർ അവളെ നോക്കി ചിരിച്ചുപോയി. നിന്നെ പേടിക്കണമല്ലോടി. എന്നെ പേടിക്കുന്ന ഫീരുവിനെ അല്ല എനിക്ക് ആവശ്യം, രചന കാര്യമായിട്ട് തന്നെ പറഞ്ഞു. ഉമ്മയെ ഭയക്കുന്ന ബാപ്പയോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഇല്ല. അതാണ് ഞാൻ കാണാൻ വരാത്തത്. മാമയ്ക്ക് എപ്പോഴും അനീസയേക്കാൾ രചനയോടാണ് ഇഷ്ടം, എന്നോട് പറയാറുണ്ട്. സുബൈർ ഊറിച്ചിരിച്ചു. ഉവ്വോ, എന്തു പറഞ്ഞു? എൻ്റെ രചനമോൾ ആകാശത്ത് നിന്ന് ഇപ്പോൾ പാറി വന്ന ജിനിനേക്കാൾ ഹൂറിയാണെന്ന്. ഓ, രചനയുടെ മുഖം തുടുത്തുപോയി. കടക്കണ്ണാൽ അവൾ അവനെ നോക്കി. ഈ ആള് ചുമ്മാ പറയുകയാണ്. പടച്ച തമ്പുരാനാണ് സത്യം. മാമ പറഞ്ഞതാണ്. അതല്ലേ ഞാൻ നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും സ്വന്തമാക്കാൻ കൊതിച്ചതും. അപ്പോൾ ബാപ്പയ്ക്കിതറിയാമോ? രചന അമ്പരന്നു. ഏത്? നമ്മുടെ ഈ ബന്ധം? പുഞ്ചിരിയോടെ സുബൈർ തലയാട്ടി. അറിയാമെന്ന്. രചനയ്ക്ക് ഉത്സാഹമായി. ബാപ്പ നമ്മുടെ സൈഡാ? ആ, സുബൈർ അപ്പോഴും ചിരിച്ചു. ഒരു താക്കീതും തന്നിട്ടുണ്ട്. പുലിയുടെ മുൻപിൽപ്പെട്ട് തല കളയരുതെന്നു. സുബൈറിന് ചിരി തന്നെയാണ്. രചനയുടെ മനസ്സിൽ ബാപ്പയുടെ മുഖം തെളിഞ്ഞു. കണ്ടിട്ടുണ്ട്, ബന്ധുക്കളുടെ നിക്കാഹ്, മരണം എന്നീ ചടങ്ങുകളിൽ വെച്ച്. ബാപ്പയും സമ്മതിക്കാറുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ ഉമ്മ എപ്പോഴും തനിക്കും താത്തയ്ക്കും കവചമായി നിൽക്കും. കഴിയുന്നത്ര വേഗം അവിടെ നിന്ന് പോരാനും ശ്രമിക്കും. ബാപ്പയുടെ മുഖത്ത് ചിലപ്പോൾ നിസ്സംഗതയാണ്, ചിലപ്പോൾ ദയനീയത. രണ്ടും തനിക്ക് ഇഷ്ടമല്ല. പുരുഷൻ്റെ മുഖത്ത് പൗരുഷമാണ് വേണ്ടത്. അതില്ലാതെ പോയതാകാം ബാപ്പയുടെ ഭാഗത്തെ തെറ്റ്.
ഉമ്മ ഉപേക്ഷിച്ചു പോന്നതും അതുകൊണ്ടാവാം. ആ ഭാഗം വരുമ്പോൾ ഉമ്മയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് തോന്നും രചനയ്ക്ക്. പൗരുഷമില്ലാത്ത പുരുഷനെ ആർക്ക് വേണം? 12 വർഷം. ഈ റംസാൻ വരുമ്പോൾ 12 വർഷമാവും ബാപ്പയെ പിരിഞ്ഞിട്ട്. തനിക്ക് 6 വയസ്സുള്ളപ്പോൾ പിരിഞ്ഞു. ശരിയായ ഓർമ്മ വയ്ക്കുമ്പോൾ ബാപ്പ ഒപ്പമില്ല. ബാപ്പയുടെ സ്നേഹവും സംരക്ഷണവും ഒരു സ്വപ്നം മാത്രം, അറിയപ്പെടാത്ത ഒരു വികാരം. ഉമ്മയുടെ സ്നേഹം ഒരിക്കലും ഊഷ്മളമായി അനുഭവപ്പെട്ടിട്ടില്ല. ഒരു കവചമായിട്ടേ തോന്നിയിട്ടുള്ളൂ. ബാപ്പയെ ഒന്ന് കാണാൻ രജനിയുടെ മനം ഉത്കടമായി കൊതിച്ചുപോയി. മുറ്റമടിക്കുന്നതിനിടയിൽ ചൂലുമായി നിവർന്നു നിന്ന് റേച്ചൽ ചോദിച്ചു വഹാബിനോട്, സാറ് ഇപ്പോൾ പകൽ ആഹാരം കഴിക്കുന്നുണ്ടല്ലോ, അതെന്താ? വരാന്തയിലിരുന്ന് രാവിലെ പത്രം വായിക്കുകയായിരുന്ന വഹാബ് അയാൾ തലയുയർത്തി. എന്താ അങ്ങനെ ചോദിച്ചത്? എനിക്ക് വിശക്കില്ലേ? അല്ല, നിങ്ങൾക്കിപ്പോൾ നോയമ്പ് കാലമല്ലേ? ആ മാഡവും പിള്ളേരും പകല് ജലപാനം ചെയ്യൂല. ഹിജ്റ കലണ്ടറിലെ 9ാം മാസമായ റംസാൻ, വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട ശാന്തിയുടെ മാസം. ആത്മാവിനെ സംസ്കരിക്കുന്നതിനു വേണ്ടി സത്യവിശ്വാസികൾ മനസ്സിൽ നന്മയുടെ പൂക്കൾ വിരിയിച്ച് മഹായജ്ഞം നടത്തുന്ന ഉപവാസകാലം. ഉപവാസങ്ങളിലൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഉമ്മയുടെയും ബാപ്പയുടെയും കാലത്ത്. നോയമ്പുകളിലൊക്കെ അവർ കർശനക്കാരായിരുന്നു. ചെയ്തു കൂട്ടുന്ന തെറ്റുകളിൽ പശ്ചാത്താപം നടത്തി പാപ ചുമടിറക്കി ഭക്തിയുടെ വഴിയിൽ സ്വയം സമർപ്പണം നടത്താമെന്നാണ് ബാപ്പ പറയാറ്. പരലോകത്ത് സായുജ്യം കിട്ടുമത്രേ, രക്ഷിതാവിൻ്റെ അനുഗ്രഹം ലഭിക്കുമത്രേ. ബാപ്പ പറയുന്നതോടെ വിശ്വസിക്കുകയും പുലർച്ചെ മുതൽ അന്തിക്ക് ബാങ്ക് വിളിക്കുന്നതുവരെ ഉമിനീർ പോലും ഇറക്കാതെ കഴിയുകയും ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിൽ. നേരത്തെ ഒത്തിരി നോമ്പ് നോറ്റിരുന്നു ചേട്ടത്തി, ഇപ്പോൾ എന്തോ അതിനൊന്നുമുള്ള മനസാന്നിധ്യമില്ല, വഹാബ് റേച്ചലിനോട് പറഞ്ഞു. ആ മാഡവും പിള്ളേരും മൂവന്തി ആകണ വരെ ഒന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ രാവിലെ പണിയൊന്നുമില്ല, വൈകുന്നേരം ചെന്നാൽ മതി. എല്ലാ വർഷവും ഇങ്ങനെ. പണിക്കിടയിൽ അവർ പറഞ്ഞു. അവർ അല്ലാഹുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു, വഹാബ് സ്വയം പറഞ്ഞു. ഓ, എന്തോന്ന് അനുഗ്രഹമാ സാറേ. റേച്ചലിൻ്റെ മുഖത്തൊരു ചുളിവ് വീണു. ഒറ്റയ്ക്കുള്ള ജീവിതം എന്നെ ഒക്കെ ഉണ്ടാലെന്നാ സാറേ. ഒരാണിൻ്റെ തുണയില്ലാതെ ജീവിതമൊക്കെ ഒരു വകയാ സാറേ. വഹാബ് സ്വല്പം കിള്ളിക്കിടിച്ച് ചോദിക്കാൻ ശ്രമിച്ചു. ആ മാഡത്തിൻ്റെ ഭർത്താവ് എന്തിനാണ് പിണങ്ങിപ്പോയത്? ആർക്കറിയാം സാറേ. റേച്ചൽ ചൂലുമായി വീണ്ടും നിവർന്നു നിന്നു. എനിക്കും അറിയത്തില്ല. ചോദിച്ചാൽ പറയുമോ? വെട്ടുപോത്തിൻ്റെ തരമല്ലേ, പണി ചെയ്തേച്ച് പോയാട്ടെ എന്ന് പറയും. ഇടത് കൈവെള്ളയിൽ ചൂലിൻ്റെ മൂട് ഒന്ന് തട്ടിക്കൊണ്ടവർ പറഞ്ഞു. പിണങ്ങിയതെന്നായിരിക്കും സാറേ. അവരുടെ സ്വഭാവത്തിന് ആരാ കൂടെ നിൽക്കുന്നേ? ഇവിടെ വരുമ്പോൾ തന്നെ അയാൾ കൂടില്ലായിരുന്നു. പിള്ളേരോട് ചോദിച്ചാൽ അതുങ്ങളൊന്നും വിട്ടു പറയുന്ന തരമല്ല. ആ ഉമ്മച്ചിയുടെ വരുതി വിട്ട ആ കുഞ്ഞുങ്ങൾ ഉറക്ക തുമ്മുക പോലുമില്ല. വഹാബിൻ്റെ മനസ്സിൽ പാർക്കിലെ രംഗം ഓടിയെത്തി. ചിരിച്ചു കുഴഞ്ഞു ഒരു ചെറുപ്പക്കാരൻ്റെ മാറിലേക്ക് ചായുന്ന അനീസ. വരുതി വിട്ട് തുമ്മുകയില്ലത്രേ. ആ, ഇപ്പോൾ ആരോഗ്യമുണ്ട്, തൻ പൊരുമയും തോന്നും സാറേ. ഇച്ചിരൂടെ കഴിഞ്ഞാലോ? റേച്ചൽ തുടർന്നു. 2 പെണ്ണും ഒരാണും മക്കളായിട്ട് എനിക്കും ഉണ്ട്. വളർത്തി വലുതാക്കി കുടുംബവുമാക്കി കൊടുത്തപ്പം അവർക്ക് അവരുടെ കാര്യമായി. ആവതില്ലാതെ വരുമ്പോൾ മക്കൾ താങ്ങാവുമെന്ന് കരുതിയത് വെറുതെയായി. രോഗം പിടിച്ചവനാണെങ്കിലും അങ്ങേര് ചാകാതെ കിടക്കുന്നത് കൊണ്ട് പണി തേച്ച് ചെല്ലുമ്പം ഒരു തുണയായി, ഒരു ധൈര്യവും തണലും ഒക്കെയാ അങ്ങേരെന്ന് എനിക്ക് തോന്നുക. വഹാബ് റേച്ചലിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ മാഡത്തിന് 2 മക്കളുണ്ട്, അത് പെൺമക്കൾ. കെട്ടിച്ചു വിട്ട പിന്നെ ആരാ ഒരു കൂട്ടിന്? അതവർ ഓർക്കുന്നുണ്ടോ? അയാൾ തിരിച്ചു വരുമായിരിക്കും, വഹാബ് വെറുതെ പറഞ്ഞു. അയ്യടാ, നല്ല കഥയായി. എന്നാ പിന്നെ അയാൾ ജീവനോടെ കാണത്തില്ല. അത്രയ്ക്ക് അറിവ് പിശാശാ മാഡം. റേച്ചൽ മുഖം ചൊളിച്ചു. അത് കേട്ടപ്പോൾ വഹാബിൻ്റെ മനസ്സൊന്ന് പ്രഫുല്ലമായി. അയാൾ വരില്ലല്ലോ എന്ന ആശ്വാസവും എന്തുകൊണ്ടെന്നറിയാത്തൊരു സന്തോഷം ഹൃദയത്തിൻ്റെ ഏതോ ഒരു കോണിൽ പൊട്ടിവിടരുന്നു. എന്തിന്? അവരുടെ ഭർത്താവ് തിരികെ വന്നാൽ സ്വീകരിക്കില്ല എന്നറിയുമ്പോൾ താൻ എന്തിനാണ് സന്തോഷിക്കുന്നത്? വെഡിത്തം, ആന വെഡിത്തം. സാറേ, റേച്ചൽ വിളിച്ചു. വഹാബ് നോക്കി. സാറെന്താ കെട്ടിയോളെയും പിള്ളേരെയും കൊണ്ടുവരാത്തത്? അവർ കാര്യമായിട്ടാണ് ചോദിച്ചത്. വഹാബിൻ്റെ ഉള്ളിലുണർന്ന എല്ലാ ആഹ്ലാദ തിരകളും പെട്ടെന്നടങ്ങി. സൂര്യൻ നനച്ചിരിക്കാത്ത നേരത്ത് അസ്തമിച്ചത്രേ. ഇരുട്ട് നെഞ്ചിനുള്ളിലേക്ക് തിങ്ങിക്കയറി. ഇത്രയും വലിയ വീടെടുത്തിട്ട് വാടകയും കൊടുത്തിട്ട് ഒറ്റയ്ക്ക് കഴിയുന്നത് കണ്ടിട്ട് ചോദിച്ചതാ സാറേ, റേച്ചൽ പറഞ്ഞു. വഹാബിന് ഉത്തരം മുട്ടി. അയാൾ എഴുന്നേറ്റു. പത്രം മടക്കി ടീപ്പോയിന്മേലിട്ട് രക്ഷപ്പെടാനെന്നോണം ധൃതിയിൽ അകത്തേക്ക് കയറിപ്പോയി. റേച്ചലിൻ്റെ ചോദ്യത്തിന് മതിയാകുന്ന വിധം ഉത്തരം തേടി ഉഴറുകയായിരുന്നു മനസ്സ്. സൂര്യോദയം മുതൽ അസ്തമയം വരെ
ഉമിനീർ പോലും ഇറക്കാൻ പാടില്ല. നോയമ്പ് കാലത്ത് ഉമ്മയ്ക്കത് വലിയ നിർബന്ധമാണ്. രജനിയും താനും അത് അപ്പാടെ അനുസരിക്കുന്നു. അനീസ ഓർത്തു, എന്നാൽ ഈ നോയമ്പ് കാലം തനിക്ക് അനുഗ്രഹമായിരിക്കുന്നു. കഴിക്കാൻ വിശപ്പ് കെട്ടിരിക്കുമ്പോൾ എന്താണ് കഴിക്കാത്തതെന്ന ഉമ്മയുടെ ചോദ്യം ഉണ്ടാകില്ലല്ലോ. അനീസ ആകെ പരവശയായിരിക്കുന്നു. പകൽ മാത്രമല്ല, രാത്രിയിലും ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല. ഉറങ്ങാനുമാകുന്നില്ല. കണ്ണുകൾ അടച്ചാലും തുറന്നാലും രണ്ട് മുഖങ്ങൾ സദാ പിന്തുടരുന്നു, ബോബിയുടെയും സുബൈറിൻ്റെയും. സുബൈർ പിന്മാറില്ല. രജനി, ഉമ്മ എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, രചന തറപ്പിച്ച് പറയുന്നു. ഇങ്ങനെ കൈയും കാലും മനസ്സും കെട്ടപ്പെട്ട് വെറും വളർത്തു മൃഗമായി കഴിയാൻ എനിക്ക് വയ്യ. എനിക്കെൻ്റെ ബാപ്പ വേണം, ബാപ്പയുടെ വീട്ടുകാർ വേണം. അനീസയ്ക്ക് അത് കേൾക്കുന്നതേ തളർച്ചയാണ്. ബാപ്പ എൻ്റെ ശത്രുവല്ല, സുഹറമാമിയോ അവരുടെ മകനോ ശത്രുവല്ല. പിന്നെന്തിന് ഞാൻ അവരെ വെറുക്കണം, അവരിൽ നിന്ന് അകന്നു പോകണം? രചനയുടെ സ്വരം ഈ വിഷയത്തിൽ എപ്പോഴും ശക്തമാണ്. അതാണ് അനീസയുടെ വിഷമം. രചന ഇനി പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ താൻ പിന്മാറാനോ? എൻ്റെ മക്കളെ, നിങ്ങൾ എന്നെ തോൽപ്പിക്കരുതേ. ഉമ്മയുടെ തേങ്ങൽ സ്വരം അതാ അനീസയ്ക്ക് ചുറ്റും വട്ടം കറങ്ങി. മക്കളും എന്നെ തോൽപ്പിച്ചു എന്ന് ബോധ്യമായാൽ ഷുവർ, പിന്നെ ഈ ഉമ്മ ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഉമ്മ പലപ്പോഴും പറഞ്ഞിട്ടുള്ള വാക്കുകൾ അനീസയെ സദാ വേട്ടയാടി. ഒരു മനസ്സ് കൊടുത്തു പോയതിൽ ആദ്യമായി അനീസ ദുഃഖിച്ചു. വേണമെന്ന് വിചാരിച്ചെടുത്തു ചാടിയതല്ല, അറിയാതെ വഴുതി വീണുപോയി. കൂട്ടുകാരുടെ കളിയാക്കലുകൾ, റോമിയോ ജൂലിയറ്റ് എന്ന വിളി, ബോബിയുടെ സ്നേഹമസൃണമായ പെരുമാറ്റം, യാചന, ഒടുവിൽ കീഴ്പ്പെട്ടു പോയി. അതുകൊണ്ടാകാം രചന പോലും കുറ്റപ്പെടുത്താതിരുന്നത്. പക്ഷേ ഇപ്പോൾ ശക്തമായി ആഗ്രഹിച്ചു പോവുകയാണ്. ബോബി എന്ന സ്നേഹാധനനെ കണ്ടുമുട്ടാതിരുന്നെങ്കിൽ, അവന് മനസ്സ് കൊടുക്കാതിരുന്നെങ്കിൽ, എങ്കിൽ രചനയെ ശാസിച്ച് നിർത്താനുള്ള തൻ്റെ ഇടം ഉണ്ടാകുമായിരുന്നു. അതുമല്ലെങ്കിൽ രചന തകർക്കുന്ന ഉമ്മയുടെ മനസ്സിനെ താങ്ങായി നിൽക്കാമായിരുന്നു. ഇത് പക്ഷേ രചനയേക്കാൾ വലിയ തെറ്റാണ് താൻ ചെയ്തത്. മകൾ ഒരു ക്രിസ്ത്യാനിയെ പ്രേമിക്കുന്നു. ഉമ്മ ആ സത്യത്തെ എങ്ങനെയാവും നേരിടുക? ആ ഓർമ്മയിൽ തന്നെ അനീസ കിടിലം കൊള്ളുകയാണ്. വയ്യ, ഉമ്മയെ തകർക്കാനോ മണ്ണിലേക്ക് ചവിട്ടി താഴ്ത്താനോ വയ്യ. അനീസയ്ക്ക് വയ്യ. ആ ഒരു സങ്കടം, ആ തകർച്ച, ആ ഉറച്ച തീരുമാനം, അതൊക്കെ മുഖത്ത് വരുത്തി കരുത്താർജിച്ച് അനീസ പറഞ്ഞു അവനോട് എല്ലാം മറക്കാൻ. പാർക്കിൽ അവൾക്ക് മുൻപിൽ അവിശ്വസനീയതയോടെ ബോബി നിന്നു. അപ്പോൾ 2 വർഷം നീ എനിക്ക് നൽകിയ സ്നേഹം, വിശ്വാസം എല്ലാം കള്ളത്തരമായിരുന്നു അല്ലേ? നിനക്ക് ഞാൻ ഇത്രയ്ക്ക് നിസ്സാരനായിരുന്നു അല്ലേ? ബോബിക്ക് നെഞ്ച് പിഞ്ഞി പറയുകയായിരുന്നു. കണ്ണീർ കുതിച്ചു ചാടി അനീസയ്ക്ക്. എന്നിട്ടും അവൾ ധൈര്യം സംഭരിക്കാൻ പാടുപെടുകയായിരുന്നു. ബോബി ആകെ തളർന്നുപോയി. ആരൊക്കെയോ ചുറ്റും നിന്നിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ട് ഏകനാകപ്പെട്ടതുപോലെ ഒരനാഥത്വം. പിറ്റേ ദിവസം മുതൽ ബോബി കോളേജ് വന്നില്ല. രാവിലെയും വൈകിട്ടും അനീസ കാത്തു, കണ്ടില്ല. ഒരാഴ്ചയായിട്ടും ബോബി വന്നില്ല. ഉത്കണ്ഠ വലിയൊരു കുന്നോളം നെഞ്ചിനുള്ളിൽ തെങ്ങി വീർക്കും മുട്ടിച്ചപ്പോൾ അനീസ ഉറക്കെ കരഞ്ഞുപോയി. നൊയമ്പ് മാസം അവസാനിക്കാറായിരിക്കുന്നു. വീട്ടിൽ പോകണം വഹാബ് തീരുമാനിച്ചു. ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി വീട്ടിലെത്തിയേ മതിയാകും. അനിയൻ റാഫിയും ബീവി ഷംലത്തും മകൾ 5 വയസ്സുകാരി ഫൗസിയും തനിക്കായി കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ടാവും. ചെന്നില്ലെങ്കിൽ പരിഭവമാവും. ഫൗസി പിണങ്ങുകയും ചെയ്യും. പുണ്യമാസത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ചക്രവാളത്തിൽ ഷവ്വാൽ മാസപ്പിറവി കണ്ടു. മുസ്ലിം വീടുകളിൽ നിന്നും മസ്ജിദുകളിൽ നിന്നും തക്ബീർ ധ്വനി മുഴങ്ങി. നാട്ടിൽ ബസ് ഇറങ്ങിയ മഹാബ് പ്രാർത്ഥനാനിരതമായ മനസ്സോടെ മസ്ജിദിൽ കയറി മുസ്ലിയാരെ കണ്ടിട്ടേ വീട്ടിലേക്ക് പോയുള്ളൂ. മുസ്ലിയാർ കുഞ്ഞു മുഹമ്മദ് വഹാബിൻ്റെ മാമ കൂടിയാണ്. ഫൗസിക്കുട്ടി തന്നെ കാത്തിരിക്കുകയാണ്, മാമ പറഞ്ഞു. താനെന്ന് വെച്ചാൽ ജീവനാണ് ഫൗസിക്ക്. റാഫിയേക്കാൾ അവൾക്ക് പ്രിയപ്പെട്ടത് താൻ തന്നെ. താൻ അവളുടെ ബാപ്പ, റാഫി റഫീഖയും. ഒരു പക്ഷേ ആരെങ്കിലും തന്നെ ബാപ്പ എന്ന് വിളിക്കാനുണ്ടെങ്കിൽ അത് ഫൗസി മാത്രമാണ്. മക്കളില്ലാത്ത തനിക്കായി പടച്ചോൻ അറിഞ്ഞു ചെയ്യുന്ന ഉദവി. പഴയ രീതിയിലുള്ളതാണ് വീട്, തറവാടാണ്. ബാപ്പ പണി ചെയ്യിച്ചത്, പഴക്കമുണ്ട്. ഇനി ഇതിനിട്ടൊന്നും ചെയ്യിക്കണ്ടിക്കാ, റാഫി പറയും. കുറച്ച് നാളൂടെ കഴിയട്ടെ, പറമ്പിൻ്റെ അങ്ങേപ്പുറത്ത് വേറൊരു നല്ല വീട് വെക്കാം. മെയിൻ്റനൻസിനെ കുറ്റി പറഞ്ഞാൽ റാഫിയുടെ അഭിപ്രായമാണിത്. അവന് ഇഷ്ടം പോലെ ആകട്ടെ, നന്നാക്കിയാലും ഇല്ലെങ്കിലും അവന് തന്നെ, തനിക്കെന്താ? വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഷംലത്താണ് ആദ്യം കണ്ടത്. ഇളയ കുട്ടിയും കളിപ്പിച്ചവൾ വരാന്തയിലുണ്ടായിരുന്നു. ഹൗസ് കോട്ടാണ് വേഷം. തോളത്ത് കടന്നിരുന്ന തോർത്തിൻ്റെ അറ്റം ധൃതിയിൽ തലയിലേക്ക് വലിച്ചു കൊണ്ടവൾ ഭവ്യതയോടെ എണീറ്റു. ഫൗസി,
ഓടി വാ മക്കളെ, ധാരാ വന്നേന്ന് നോക്കിയടി, നിന്റെ ബാപ്പ വന്നേക്കണ്. ഷംലത്ത് അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. പാറി വരികയാണ് ഫൗസി, കൊച്ചു തുമ്പിയെ പോലെ. കോരിയെടുത്ത് ഉമ്മ വെച്ചു. ബാപ്പോട് ഞാൻ പിണക്കവാ, എന്നോട് മിണ്ടണ്ട. ഫൗസി മുഖം വീർപ്പിച്ച് പിടിച്ചു. എത്ര നാളായി പോയിട്ട് ഞാൻ പിണക്കാ. നിന്നെ കാണാനല്ലേ കൊച്ചു കള്ളി ബാപ്പ വന്നത്. ബാപ്പ നിനക്കും നിന്റെ കുഞ്ഞനിയന് എന്തൊക്കെയാ കൊണ്ടുവന്നതെന്ന് നോക്കിക്കേ. അവൾക്ക് മുൻപിലേക്ക് ബ്രീഫ് കേസ് തുറന്നു വെച്ചു. ഉടുപ്പുകൾ, കളിപ്പാട്ടങ്ങൾ, പൂ, സ്ലൈഡുകൾ, പിന്നുകൾ, സ്വീറ്റ്സ്, പഴങ്ങൾ, ചിപ്സ്. ഹായ്, നല്ല ഉടുപ്പ്, കുഞ്ഞു വാവയ്ക്ക് ഉടുപ്പുണ്ട്. ഫൗസി ഉടുപ്പുകൾ പൊക്കിയെടുത്തു. ഹായ്, മിഠായി. അവൾ മിഠായി പൊതിയും കൈക്കലാക്കി. എന്തിനായിക്കാ ഇത്രയും കാശൊക്കെ ചെലവാക്കി? എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഷംലത്ത് ഭവ്യതയോടെ പറയുകയായിരുന്നു. വഹാബ് ഒന്ന് നോക്കി. ഷംലത്തിൻ്റെ നാവടങ്ങി, വായു അടഞ്ഞു. വഹാബിനോട് സ്നേഹവും ബഹുമാനവും ഉണ്ട് അവൾക്ക്, ഒപ്പം ഭയവും. വെട്ടൊന്ന് തുണ്ടൻ രണ്ടെന്നുള്ള ഗൗരവ പ്രകൃതമാണ്. റാഫിക്കുമുണ്ട് തെല്ലു ഭയം. ഷംലത്ത് കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് തിരിഞ്ഞു. മോനെ ഇങ്ങ് തരൂ, വഹാബ് ശാന്തനായി പറഞ്ഞു. ഷംലത്ത് കുഞ്ഞിനെ വഹാബിൻ്റെ കയ്യിൽ കൊടുത്തു. റാഫിയെ അപ്പാടെ വാർത്തു വെച്ചിരിക്കുന്ന കുഞ്ഞിപ്പതിപ്പ്. വഹാബ് ഓർത്തു. റാഫി എവിടെ? കടയിലേക്ക് പോയി, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടേ. ഷംലത്ത് പറഞ്ഞു. വരാറായിട്ടുണ്ട്, ഞാൻ ഇത്തിരി ചായ എടുക്കട്ടേക്കാ. ആയിക്കോട്ടെ, വഹാബ് പറഞ്ഞു. ഷംലത്ത് അകത്തേക്ക് പോയി. റാഫി ജോലി ചെയ്യുന്നത് ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലാണ്. ഓട്ടോമൊബൈൽ മെക്കാനിസം പഠിച്ചതാണ്. ഉദ്യോഗമൊന്നും തരായിട്ടില്ല. കിട്ടിയ പണിയിൽ സംതൃപ്തനാണവൻ. കുട്ടികളെ ഇരുവരെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ റാഫി വന്നു. തലയിലും കയ്യിലും കെട്ടുകൾ. ഇക്ക ഇങ്ങോട്ട് പോന്നു എന്നറിഞ്ഞു. റാഫി ചിരിച്ചു. ഇക്ക പോരുന്നത് കണ്ടോരുണ്ടേ. റാഫി വീണ്ടും ചിരിച്ചു. ദാണ്ടെ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പെരുന്നാളിന് എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് ഇക്ക പറഞ്ഞു. ഇക്ക വരാൻ കാത്തിരിക്കുമായിരുന്നു ഞങ്ങൾ. അവൻ്റെ സന്തോഷത്തിൽ പങ്കുചേർന്ന് ചിരിച്ചുകൊണ്ട് തന്നെ വഹാബ് പറഞ്ഞു. നിന്റെ ഇഷ്ടം അല്ലേടാ എൻ്റെ ഇഷ്ടം. ഷംല ചിരിയോടെ റാഫി അകത്തേക്ക് നോക്കി വിളിച്ചു. ഷംലത്ത് മുഖം പുറത്തേക്ക് കാട്ടി. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ തന്നെ റെഡിയാക്കിയോ. എന്താടാ? വഹാബ് ആരാഞ്ഞു. നെയ്പ്പത്തിരിയും കോഴിക്കറിയും രാവിലെ, കൂടാതെ മട്ടൻ ബിരിയാണി ഉച്ചയ്ക്ക്. പോരെ? മതി, വഹാബ് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, പാചകമൊക്കെ പിന്നെ. രണ്ടുപേരും റെഡി ആയിക്കോ, പുറത്തു പോകണം. കുട്ടികൾക്കുള്ള ഡ്രസ്സേ ഞാൻ വാങ്ങിയുള്ളൂ, നിങ്ങൾക്കുള്ളത് നിങ്ങളെ കൂട്ടി പോകാമെന്ന് കരുതി. അതൊന്നും വേണ്ടിക്ക. റാഫി സ്വരം താഴ്ത്തി. പറയുന്നത് കേട്ടാ മതി. വഹാബ് ഗൗരവത്തിലായി. റാഫി പിന്നെ ഒന്നും മിണ്ടിയില്ല. നല്ല വേഷം ധരിച്ചു. ഷംലത്ത് ഒരുങ്ങി, മക്കളെ ഒരുക്കി. അനിയനും കുടുംബത്തിനും വേണ്ടതൊക്കെ വാങ്ങി നൽകുന്നതാണ് ഏക സന്തോഷം. ജൗളിക്കടയിൽ കയറി ഷംലത്തിന് സാരിയും റാഫിക്ക് പാൻസിനും ഷർട്ടിനും തുണിയും വാങ്ങി. ഷംലത്ത് ഒരു നല്ല വില കൂടിയ സാരിയിൽ കൂടി പിടുത്തമിട്ടു. വേണ്ടാന്നും വേണമെന്നും റാഫിയും ഷംലത്തും ആംഗ്യം കാട്ടുന്നത് കണ്ടതോടെ വഹാബ് അതും വാങ്ങിക്കൊടുത്തു. വൈകിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന റാഫിയും ഷംലത്തുമായി എന്തോ ആംഗ്യഭാഷ ഉണ്ടായി, തർക്കം പോലെ. എന്താ? വഹാബ് ചോദിച്ചു. മടിച്ചാണെങ്കിലും റാഫി ഒടുവിൽ പറഞ്ഞു. താത്താടെ അടുത്ത് പോകുന്നില്ലേന്ന് ഷംല ചോദിക്കുക. വഹാബിൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു വെള്ളിടി വെട്ടി. ഉരുട്ടി മീൻചാറിൽ മുക്കി ചുണ്ടോളം ഉയർത്തിയ ചോറുള്ളയോടെ കൈത്തലത്തിൽ തളർന്ന് താഴെ തൂങ്ങി. ഒരു നിമിഷം വഹാബ് ആഹാരത്തിന് മുന്നിൽ നിന്ന് എണീറ്റു. ഇക്ക, ഇത് കഴിച്ചിട്ട്, റാഫി വിവശതയോടെ പറഞ്ഞു. വഹാബ് ശ്രദ്ധിച്ചില്ല. പുറത്തേക്കിറങ്ങി പ്രക്ഷുബ്ധമായ മനസ്സിനെ അടക്കാനെന്നോണം സിഗരറ്റ് പുകച്ചു. വെറുതെ മുറ്റത്തൂടെ ഉലാത്തി. കൈ കഴുകിയ റാഫി അയാൾക്ക് പിന്നിലെത്തി. ഇക്ക, ഞാനത് പറഞ്ഞത്. വഹാബ് ഞെട്ടിത്തിരിഞ്ഞ് അനിയനെ നോക്കി. ഇവിടെ വന്നിട്ടുണ്ടെന്നറിയാം. അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ താത്തായ്ക്ക് അത് വിഷമാകുമെന്ന് കരുതിയിട്ടാണ്. എന്തിനാടാ അവൾ വിഷമിക്കുന്നത്? പെട്ടെന്ന് ചാടിക്കടിക്കുന്നത് പോലെ വഹാബ് ചോദിച്ചു. വിഷമിക്കേണ്ടവൻ ഞാനല്ലേ? റാഫിയുടെ മുഖത്ത് ദയനീയത പരന്നു. സിഗരറ്റ് ദൂരേക്കെറിഞ്ഞ് വഹാബ് തൻ്റെ മുറിക്കുള്ളിലേക്ക് കയറി. വെളുപ്പിന് തന്നെ ഉണർന്ന് ഷംലത്ത് പത്തിരിയും കറിയും ഉണ്ടാക്കാൻ ആരംഭിച്ചു. പുലർച്ചെ തന്നെ കുളിച്ച് ഡ്രസ്സ് മാറ്റി വഹാബ് ഇറങ്ങിയപ്പോൾ ഷംലത്തും റാഫിയും അന്താളിച്ചു. ഇക്ക പള്ളിയിലേക്കാ? റാഫി ചോദിച്ചു. അല്ല, ഞാൻ അങ്ങോട്ട് പോകുന്നു, ഭാര്യ വീട്ടിൽ പോകുന്നു. ഇക്ക കാപ്പിയൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് വരാം. വഹാബ് നടന്നു കഴിഞ്ഞു. ഇക്ക ഒന്ന് നിൽക്കണേ. ഷംലത്തിൻ്റെ സ്വരം. അവളുടെ കയ്യിൽ ഒരു ജൗളി പാക്കറ്റ്. ഇന്നലെ ജൗളിക്കടയിൽ വെച്ച് അവൾ വാങ്ങിയ വില കൂടിയ സാരി. ഇത് താത്തയ്ക്ക് വേണ്ടിയിട്ടാ ഇന്നലെ വാങ്ങിപ്പിച്ചത്. ഷംലത്ത് പൊതി നീട്ടി. വഹാബ് ആ പാക്കറ്റ് വാങ്ങി അതിലേക്ക് നോക്കി നിന്നു. മുഖം ഒന്ന് മുറുകി. അസഹ്യമായ നൊമ്പരം കണ്ണുകളിൽ തിങ്ങി. എന്തിനാണ് അവൾക്ക് ഈ സാരി? അയാൾ ചോദിച്ചു പോയി. പുതയ്ക്കാനോ? റാഫിയും ഷംലത്തും
മറുപടി പറഞ്ഞില്ല. പരസ്പരം നോക്കി. ഇരുമുഖങ്ങളിലും സങ്കടം തെങ്ങി. വഹാബ് ഇറങ്ങി നടന്നു. പാക്കറ്റ് കക്ഷത്തിലിരുന്നു. ഇക്കാടെ അനുഭവദോഷം. അത് പറയുമ്പോൾ റാഫിയുടെ കണ്ണുകൾ തുളുമ്പുകയായിരുന്നു. എത്ര സന്തോഷമായിട്ട് കഴിഞ്ഞവരാ ആ താത്തായും ഇക്കയും. എന്നിട്ടിപ്പോൾ അങ്ങും ഇങ്ങുമായിട്ട് പരസ്പരം കാണണമെന്ന് പോലും താല്പര്യമില്ലാതായിരിക്കുന്നു ഇപ്പോഴും. കണ്ടാലും രണ്ടാൾക്ക് സങ്കടപ്പെടാനല്ലേ പറ്റൂ. അതാവും കാണാൻ പോകാത്തെ, ഷംലത്ത് പറഞ്ഞു. തെല്ലിട കഴിഞ്ഞവൾ പരിതപിച്ചു. ഇത് കഴിക്കാണ്ട് പോയല്ലോ. എപ്പോൾ എണീറ്റെല്ലാം ഉണ്ടാക്കിയതാ. ഇന്നത്തെ ദിവസം ഇക്ക ഇനി എന്തെങ്കിലും കഴിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അതാൻ്റെ സങ്കടം. പടച്ചോൻ ഇക്ക ഇത്രയും ശിക്ഷിച്ച എന്തിനാണ്? റാഫി സ്വയം ചോദിച്ചു. എൻ്റെ അറിവിൽ ഇക്ക ഒരു പാപവും ചെയ്ത് കൂട്ടിയിട്ടില്ലല്ലോ. ആ വിധി, ഷംലത്ത് പറഞ്ഞു. വിധിയാണോ ഇത്? ഈ വിധി തനിക്കായി പടച്ചോൻ കരുതിയത് എന്തിന്? താഴത്തെ വീടിൻ്റെ മുറ്റത്ത് ചെല്ലുന്നത് വരെ വഹാബ് അതുതന്നെ ഓർത്തു. ഉത്തരം കിട്ടാത്ത ചോദ്യം. മുറ്റത്ത് അയാൾ നിന്നു. 10-18 വർഷം മുമ്പ് ഒരു നാൾ ഈ മുറ്റത്ത് വലിയ പന്തലിട്ട് അലങ്കരിച്ചു. ആ പന്തലിൽ വെച്ച് താൻ നിക്കാഹു ചെയ്തു ആരിഫയെ. പത്തരമാറ്റ് തങ്കത്തെ വെല്ലുന്നൊരു ഹൂറിയെ. ആസിയെ കിട്ടാത്ത നഷ്ടബോധം തീർത്തും മാറിയത് ആരിഫയെ സ്വന്തമാക്കിയപ്പോഴാണ്. പഠിപ്പുണ്ട്, ജോലിയില്ല, എങ്കിലും പൂർണ്ണ തൃപ്തനായിരുന്നു. സ്നേഹത്തിൻ്റെ പാരമ്യം അനുഭവിച്ചു വന്നു. സ്നേഹിക്കാൻ മാത്രമേ അവൾക്ക് അറിയാമായിരുന്നുള്ളൂ താനും. അഭിമാനിച്ചു അന്ന്. ഇതാ എൻ്റെ ബീവി, എൻ്റെ മാത്രം ബീവിയെന്നു. കഷ്ടിച്ച് 4 വർഷം. എല്ലാം അവിടെ അവസാനിച്ചു. എല്ലാം. ആരിത്? അളിയനോ? വരാന്തയിൽ നിന്ന് ചോദ്യമുയർന്നു. അളിയനെന്താ ഇവിടെ തന്നെ നിന്നത്? ഷാജഹാനാണ് ഇളയ അളിയൻ, ബേക്കറി ഉടമ. ഷാജഹാനും ബീവിയും മക്കളുമാണ് ഇവിടെ താമസം. ഒപ്പം ഖദീജ ഉമ്മയും ആരിഫയും. തറവാടിയാണിത്. മൂത്ത അളിയൻ മജീദ് സ്റ്റേഷനറി കടയിട്ടിരിക്കുന്നു. കുടുംബസമേതം ടൗണിലാണ് താമസം. റംസാൻ പ്രമാണിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ വന്ന ലക്ഷണമില്ല. ഷാജഹാൻ്റെ അടുത്തേക്ക് വഹാബ് നടന്നു. വരാന്തയിൽ കയറി. പൊക്കം കുറഞ്ഞ പ്രകൃതമാണ് ഷാജഹാന്. അതുകൊണ്ടാവും ആകെ ഉരുണ്ടിരിക്കുന്നു. കുടവയറുണ്ട്. 36 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആളിന്. പക്ഷേ കഷണ്ടി ഏറെ ബാധിച്ചിരിക്കുന്നു. അളിയൻ ഒറ്റയ്ക്കാ? ഷാജഹാൻ വീണ്ടും ചോദിച്ചു. വെറുതെ മൂളി. ഒറ്റയ്ക്കാണോ എന്ന ചോദ്യം തന്നെ അനാവശ്യം. റാഫിക്കും കെട്ടികൾക്ക് സുഖം തന്നെ. അതെ. അളിയൻ വരണ വഴിയാ? ഇന്നലെ വന്നു. ഫൗസിക്കുട്ടിയെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? അപ്പോൾ വെറുതെ ചിരിച്ചു എന്ന് വരുത്തി. റഷീദ? ഷാജഹാൻ അകത്തേക്ക് നോക്കി വിളിച്ചു. ധാരാ വന്നേന്ന് നോക്കടി. ആരാ? ഷാജഹാൻ്റെ ഭാര്യ ധൃതിയിലെത്തി. ആരിത്? വഹാബിക്കയോ? റഷീദ. മൊഞ്ചുള്ള ഹൂര് തന്നെ. 2 കുട്ടികളുടെ ഉമ്മയാണെന്ന് പറഞ്ഞാലേ അറിയൂ. അത്രയ്ക്ക് ചെറുപ്പമാണ് കാഴ്ചയ്ക്ക്. ഇക്കാടെ കാര്യം ആരിഫാത്ത പുലർച്ചെയും പറഞ്ഞതേ ഉള്ളൂ. റഷീദ ചിരിച്ചു. എന്താണ് അവിടെ നിൽക്കുന്നേ? കയറി വാ. റഷീദ ഹാർദവുമായി ക്ഷണിച്ചു. അല്ലേ, ഇതാര്? വഹാബോ? ഖദീജ ഉമ്മ ഇറങ്ങി വന്നു. മുണ്ടും കുപ്പായവും തലമുണ്ടും ധരിക്കുന്ന പഴയ മട്ടുകാരി. ഇങ്ങോട്ട് കയറിയിരിക്കടാ മോനെ. സ്നേഹപൂർവ്വം ഉമ്മ ക്ഷണിച്ചു. ഉമ്മ കസേര നീക്കിയിട്ടു. വഹാബ് വരാന്തയിലേക്ക് കടന്നു നിന്നു. ഇരുന്നില്ല. പുതിയ ജോലി സ്ഥലത്തേക്ക് പോയിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അല്ലേ? ഉമ്മ ചോദിച്ചു. വഹാബ് ആ ചോദ്യം കേട്ടതായി ഭാവിച്ചില്ല. വഴി മറന്നോന്ന് ഞാൻ കരുതി. മറന്നെങ്കിൽ മാസാമാസം പണം ഇവിടെ എത്തുമോ? വഹാബിൻ്റെ സ്വരം താൻ അറിയാതെ പുരുഷതയാർന്നു. വഹാബിൻ്റെ സ്വരം താൻ അറിയാതെ പരുഷതയാർന്നു. പണം കിട്ടണില്ലെന്ന് ഞാൻ പറഞ്ഞോ മോനെ? ഉമ്മയ്ക്ക് സങ്കടം പെരുകി. എന്നാൽ പണം മാത്രം കിട്ടിയാൽ പോരല്ലോ ആരിഫയ്ക്ക്. നിന്നെ ഒരു നോക്ക് കാണണമെന്ന് പകരം എത്രായിരം രൂപ കിട്ടിയാലെന്നാ ഓൾക്കിപ്പോൾ? കരയ, അത് തന്നെ പണി. വഹാബ് മുഖം തിരിച്ചു. കുറ്റം പറയല്ല ഞാൻ. ആരുടെയും കുറ്റമല്ല താനും. അനുഭവദോഷം അല്ലാണ്ട് എന്താണ്? നിറഞ്ഞു തൂക്കിയ മിഴികളോടെ ഒരു തേങ്ങലുലഞ്ഞ് ഖദീജ ഉമ്മ അകത്തേക്ക് തിരിച്ചു കയറി. അളിയൻ വാ, ഷാജഹാൻ പറഞ്ഞു. ആരിഫ താത്ത കാത്തിരിക്കുകയാണ്. ഷാജഹാന് പിന്നാലെ വഹാബും അകത്തേക്ക് കയറി. മുറിയുടെ വാതിക്കലെത്തി ഷാജഹാൻ നിന്നു. വഹാബ് ഉള്ളിലേക്ക് കാൽ വെച്ചു. മുറിയിലെ ഇരുട്ടിൽ അയാൾ ആരിഫായെ തിരഞ്ഞു. ശ്വാസം മുട്ടലോടെ. ഇരുട്ടിൽ കണ്ണുകൾ ഒരു നിമിഷം പരിചരിച്ചപ്പോൾ തെളിഞ്ഞു. ആ കട്ടിലിന്മേൽ ആരിഫ. ആദ്യം ചെയ്തത് ജനാലകൾ തുറന്നിടുക എന്നതായിരുന്നു. വെളിച്ചത്തോടൊപ്പം തന്നെ വെയിൽ നാളങ്ങളും ഉള്ളിലേക്ക് എത്തി നോക്കി കണ്ടു. വിളറിയ മുഖം, കുഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണിച്ച കവിളുകൾ, മരുന്നിൻ്റെയും കുഴമ്പിൻ്റെയും
മടിപ്പിക്കുന്ന രൂക്ഷഗന്ധം ഉള്ളിലേക്ക് അരിച്ചെത്തിയപ്പോൾ മൂക്ക് പൊത്തണമെന്ന് തോന്നിപ്പോയി. പൊത്തിയില്ല. പത്തരമാറ്റ് തങ്കം പോലുള്ള ഹൂറി ഇപ്പോഴിതാ അരയ്ക്ക് കീഴ്പോട്ട് തളർവാദം പിടിപെട്ട് കിടക്കുന്നു. 14 വർഷമായിട്ട്. വഹാബ് അകത്ത് കടന്നതോടെ ആ മിഴികളിലൊരു പ്രകാശം മിന്നി. വഹാബ് ആ കട്ടിലിനരികിലെത്തി. ഇരിക്കൂ. ആരിഫയുടെ നേർത്ത സ്വരത്തിൽ തെങ്ങി നിറഞ്ഞ ആഹ്ലാദം. പൂർണ്ണ തളർച്ച അരയ്ക്ക് കീഴ്പോട്ടാണോ അരയ്ക്ക് മേൽപോട്ടേക്കും മെല്ലെ തളർച്ച ബാധിക്കുന്നുണ്ടോ? കട്ടിലിനരികിൽ സ്ഥിരമായിട്ടുള്ള കസേരയിൽ വഹാബ് ഇരുന്നു. ആരിഫായുടെ കുഴിഞ്ഞ മിഴുത്തടങ്ങൾ തടാകമാകുന്നു, തുളുമ്പുന്നു. സുഖമാണോ? വഹാബിൻ്റെ മനസ്സിൽ ഒരു സൂചിക്കുത്തേറ്റു. സുഖമാണോന്ന്. അയാൾ വെറുതെ മൂളി. 4 മാസമായി ഇവിടെ വന്നിട്ട്. ഒരു കാലത്ത് ഒരു മനസ്സും ഒരു ശരീരവുമായി കഴിഞ്ഞവർ, തമ്മിൽ ഒരു നിമിഷം പോലും പിരിയാതെ കഴിഞ്ഞിരുന്നവർ, ഒരു ദിവസത്തെ അകൽച്ച പോലും താങ്ങാൻ കെൽപ്പില്ലാതിരുന്നവർ. നീണ്ട 4 മാസം കൂടിയിട്ട് ആദ്യമായിട്ട് വരുന്നു രോഗിയായ ഭാര്യയെ കാണാൻ. രോഗശയ്യയിൽ കിടന്ന് ഭാര്യ ചോദിക്കുന്നു ഭർത്താവിനോട് സുഖമാണോന്ന്. കയ്യിലിരുന്ന പാക്കറ്റ് ആരിഫയുടെ നേരെ നീട്ടി. അവൾ തിളക്കമാർന്ന മിഴികളോടെ അത് വാങ്ങി. പാക്കറ്റ് തുറന്നു. സാരി പുറത്തെടുത്ത് നോക്കി. പ്രതീക്ഷിച്ചതുപോലെ ആ മിഴികളിൽ ആഹ്ലാദം പൂത്തില്ല. പകരം തുളുമ്പി തൂകി. സാരി എന്തിനാണ് എനിക്കിത്? സ്വയം എന്നോണം വിതുമ്പുന്ന സ്വരം. ഈ കട്ടിലിൽ ഒരേ കിടപ്പ് കിടക്കുന്ന എനിക്കിതെന്തിന്? പുതയ്ക്കാനോ? വഹാബ് വിളറിപ്പോയി. താൻ റാഫിയോടും ഷംലത്തിനോടും ചോദിച്ച അതേ ചോദ്യം ആരിഫ തിരിച്ചു ചോദിച്ചപ്പോൾ ഹൃദയത്തിൽ മുള്ളുകൊള്ളുന്ന വേദന. നല്ല വിലയുള്ള സാരി. ആരിഫ അത് ഹൃദയത്തോടെന്നവണ്ണം ചേർത്ത് പിടിച്ചു. പുത്തൻ പട്ടുടുത്ത് നമ്മൾ ഈദ് ആഘോഷിച്ചു. ആരിഫ പറഞ്ഞു. ഞാൻ ഓർക്കുന്നു അത്. നിങ്ങൾക്കിഷ്ടമുള്ള നെയ്പ്പത്തിരിയും ചിക്കൻ മപ്പാസും ഞാൻ അന്നൊക്കെ ഉണ്ടാക്കി. നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിച്ച്. പിന്നെ ഇവിടെ ഇങ്ങനെ കിടന്നുകൊണ്ട് എത്ര റംസാൻ. എന്തിനാ പടച്ചോനെ എന്നെ ഇങ്ങനെ ഇട്ടേക്കുന്നേ? ഇത്രയ്ക്കൊക്കെ ഞാൻ എന്ത് പാവമാണ് ചെയ്തേക്കണേ? ഇതൊന്നും കേൾക്കാൻ വയ്യ. ചങ്കുപൊട്ടിയുള്ള ചോദ്യമാണ്. വഹാബ് എണീറ്റു. അയാളുടെ നെഞ്ചിൽ വേദനയുടെ കൂടം ആഞ്ഞു പതിക്കുകയായിരുന്നു. ഇനി എത്ര കാലം? അത് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റണില്ല. തന്നെത്താൻ ചാകാനും വഴി കാണുന്നില്ല എൻ്റെ ഇലാഹി. ആരിഫ! ഗൗരവത്തിൽ ശാസനയുമായി ഖദീജ ഉമ്മ ധൃതിയിൽ വന്നു. ചാകണ കാര്യം നിനക്ക് പറയാൻ കിട്ടിയുള്ളോ? ചുമ്മാതല്ല നിന്റെ കെട്ടിയോൻ ഇവിടെ കയറാൻ മടിക്കണത്. ആരിഫ വിതുമ്പിക്കരഞ്ഞു. ചാകണമെന്ന് ഇത്ര ദുരുഷം ഉണ്ടെങ്കിൽ നീ എന്നോട് പറ. കുറേ വിഷം കലക്കി തരണുണ്ട്. ഉമ്മ! അരുതേ എന്ന ഭാവത്തിൽ വഹാബ് വിളിച്ചു. കരച്ചിലൊഴിഞ്ഞിട്ട് ഒരു നിമിഷമില്ല മോനെ. അല്ല, നിനക്കും അറിയാലോ ഓളുടെ സ്വഭാവം. എന്നാലും ഇങ്ങനെയുണ്ടോ? ഒന്നും സംഭവിച്ചു പോയി. എന്തോരം കാശാ മുടക്കി ചികിത്സിക്കണേ. ഫലിക്കണമെങ്കിൽ അവനോന് ഒരു വിശ്വാസവും ധൈര്യവും വേണം. ചാകണമെന്ന് വിചാരിക്കുന്നവർക്ക് മരുന്ന് ഫലിക്കുന്നത് എങ്ങനെയാ മോനെ? 2 ആഴ്ചയായിട്ട് ഒരു പുതിയ ഡാക്ടറെയാണ് കാണിക്കുന്നത്. നല്ല മാറ്റമുണ്ട്. അങ്ങേരുടെ ഇഞ്ചക്ഷനും ഗുളികയും കൊടുക്കാൻ തുടങ്ങിയപ്പം നല്ല വ്യത്യാസമുണ്ട്. കൈയൊന്നും അനക്കാൻ വയ്യാണ്ടിരിക്കുമായിരുന്നു. അങ്ങേരുടെ ചികിത്സ തുടങ്ങിയ പിന്നെ കൈ അനക്കാറായത്. ഞരമ്പിന്മേലൊക്കെ അങ്ങേര് എന്തോ പ്രത്യേക ചികിത്സ ചെയ്യുന്നുണ്ട്. 1 വർഷത്തിനുള്ളിൽ ആരിഫാനെ എണീപ്പിച്ച് നടത്തിത്തരാമെന്ന് അങ്ങേര് കൈ അടിച്ച് പറഞ്ഞിരിക്കുക മോനെ. വഹാബ് ഞെട്ടിപ്പോയി. എന്ത്? 1 വർഷത്തിനുള്ളിൽ ആരിഫ എണീറ്റ് നടക്കുമെന്നോ? സുഖമാകുമെന്നോ? എൻ്റെ റബ്ബേ! അങ്ങ് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ എങ്ങാണ്ടൊക്കെ പോയി പഠിച്ചേച്ച് വന്ന ഡാക്ടറാണോ കണ്ടോ? കുഴി വെട്ടിക്കോന്നും പറഞ്ഞ് കൈയൊഴിയണ കേസ് പോലും ഭേദമാക്കിയിട്ടുണ്ടെന്നാ കേൾക്കണേ. വഹാബ് തരിച്ചു നിൽക്കുകയാണ്. ആരിഫ രക്ഷപ്പെടണേ ഇലാഹി. പഴയതുപോലെ തന്നെ അവളെ തനിക്ക് തിരിച്ചു തരണേ. ഇങ്ങനെ പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു കുറേ വർഷം മുമ്പ്. പിന്നെ ആശ നശിച്ചു. മനസ്സ് മുരടിച്ചു. പ്രതീക്ഷ നശിച്ചതോടെ ആശയും ഇല്ലാതായി. പിന്നെ ആഗ്രഹിച്ചു പോയിട്ടുണ്ടോ ഇലാഹി ഇവളും മയ്യത്താകണേയെന്നും? ആ വേദനയും കിടപ്പും കാണുമ്പോൾ സഹിക്കാനാവാത്ത നൊമ്പരമാണുള്ളിൽ. ആ നൊമ്പരത്തിൻ്റെ തീവ്രതയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നരകിപ്പിക്കാതെ ഈ ജീവൻ എടുത്തോണേന്നു. ആ പ്രാർത്ഥനയിൽ മനസ്സെത്തിയതോടെ ആരിഫയോടുള്ള സ്നേഹം കൽബിലില്ലാതായി. പിന്നൊരു കടമ. ആ കടമയ്ക്കായി മാസം തോറും മുടങ്ങാതെ മണി ഓർഡർ ഫോമുകൾ ഫില്ല് ചെയ്ത് അയക്കുന്നു. സ്ഥലം മാറ്റത്തിന് മുമ്പ് 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും താഴത്ത് വീട്ടിൽ വരുമായിരുന്നു വിവരങ്ങൾ അറിയാൻ. ട്രാൻസ്ഫർ ആയതിൽ പിന്നെ വന്നിട്ടുമില്ല. ആസിയെ വീണ്ടും കണ്ടതു മുതൽ, അവൾ ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞതു മുതൽ മനസ്സിന് പേരറിയാത്തൊരു ഉന്മേഷം. അവൾ തന്നെ മറന്നിട്ടില്ലെന്നും അവൾ തന്നിലെ കവിയുടെ ആരാധിക്കുകയാണെന്ന് പറഞ്ഞത് മുതൽ ഉള്ളിൻ്റെ ഉള്ളിൽ
ഒരു പുതു വിത്ത് വീണ് നാമ്പെടുത്തിട്ടുണ്ടോ? നുള്ളിക്കളയാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കിളിർപ്പ്. അത് തളിരിട്ട് വളരാനും വളർന്ന് പന്തലിക്കാനും ആത്മാവ് കുതികുത്തവേ ഇതാ ആ കിളിപ്പിൻ്റെ മണ്ടയിൽ തന്നെ ആഞ്ഞടി കൊണ്ടിരിക്കുന്നു. ആരിഫ 1 വർഷത്തിനുള്ളിൽ നടക്കുമെന്നും സന്തോഷിക്കേണ്ടതാണ്. പക്ഷേ വഹാബ് പറഞ്ഞു ഉള്ളിൽ സന്തോഷം തെല്ലുമില്ലെന്നും. നീ എന്താണൊന്നും പറയാത്തത്? ഖദീജ ഉമ്മ വഹാബിനെ ഒന്ന് നോക്കി ചോദിച്ചു. എന്താന്നാ ചെയ്തോളൂ, അയാൾ പറഞ്ഞു. എഴുതിയാൽ മതി, എത്രാന്ന് വെച്ചാൽ അയച്ചു തരാം. ഒരിക്കൽ കൂടി ആരിഫയെ നോക്കാൻ ശക്തിയില്ലാത്തതുപോലെ വഹാബ് മുറിയിൽ നിന്നിറങ്ങി. പിന്നാലെ വന്നു ഖദീജ ഉമ്മയും. മുങ്ങിച്ചാകാൻ പോകുമ്പം വൈക്കോൽ തുരുമ്പായാലും കയറി പിടിക്കൂലേ മോനെ? എങ്ങേരെ കൂടെ ഒന്ന് കാട്ടാന്ന് വിചാരിച്ചിട്ടാ. അതൊരു മനുഷ്യജീവിയെ എൻ്റെ വയറ്റിൽ കുരുത്തു പോയില്ലേ. ആരൊക്കെ വേണ്ടാന്ന് വെച്ചാലും എനിക്കത് പറ്റുമോ? ഖദീജ ഉമ്മ കരഞ്ഞുപോയി. തലമുണ്ടെടുത്തവർ മുഖവും കണ്ണുകളും തുടച്ചു. നിന്റെ കാശ് മുറയ്ക്ക് കിട്ടണുണ്ട്, പക്ഷേങ്കിൽ അതില്ലേലും ചികിത്സ നടക്കുകയും ചെയ്യും. എന്നാലും നീ ഒന്ന് വന്ന് കാണണതാ ഓൾക്ക് ആശ്വാസം. ഒരു കുഞ്ഞെങ്കിലും പടച്ചവൻ ഓൾക്ക് കൊടുത്തില്ലല്ലോ ഒന്ന് ആശ്വസിക്കാനും. വഹാബ് ഞെട്ടിത്തിരിഞ്ഞുപോയി. ഗൗരവവും ഒപ്പം വേദനയും ആ മുഖത്താളി പടർന്നു. ഉമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഷാജഹാൻ ശാസന പോലെ ഉമ്മയോട് പറഞ്ഞു. അളിയൻ വാ, അയാൾ വഹാബിനോട് പറഞ്ഞു. റഷീദ, കാപ്പി എടുത്ത് വെച്ചേക്കണം. വേണ്ട. ഒറ്റ വാക്കിൽ വഹാബ് മുറ്റത്തേക്കിറങ്ങി. അളിയൻ വന്നിട്ട് വെള്ളം പോലും കുടിച്ചില്ലല്ലോ, ഖേദത്തോടെ ഷാജഹാൻ പറഞ്ഞു. വഹാബ് മറുപടി പറയാൻ നിന്നില്ല. പറഞ്ഞതുമില്ല, നടന്നു. കഷ്ടം, എത്ര സന്തോഷവും ബഹളവുമായിരുന്നു ആരിഫാത്തെയും അളിയനും പണ്ട് ഇവിടെ വരുമ്പോൾ. റംസാൻ പൊടി പൊടിക്കണത് അവർ വരുമ്പോഴായിരുന്നു, ഷാജഹാൻ നഷ്ടബോധത്തോടെ പറഞ്ഞു. അതൊരു കാലം. പടച്ചോൻ ഓരെ രണ്ടിനെയും വല്ലാണ്ട് ശിക്ഷിച്ച്. ഖദീജ ഉമ്മ കണ്ണീരടക്കാൻ പാടുവിട്ടു. വഹാബ് തിരിച്ച് വഴിയിലെത്തി. എങ്ങോട്ട് പോകണം? ഉടനെ വീട്ടിലേക്ക് പോയില്ല. റംസാൻ്റെ ആഹ്ലാദങ്ങളിൽ നിന്നകന്ന് ഒറ്റപ്പെട്ട് നിൽക്കാനാണ് ആഗ്രഹിച്ചത്. ആഹ്ലാദിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും വെറുക്കാനാണ് അയാൾ കൊതിച്ചത്. രാത്രിയായിട്ടേ വീട്ടിലെത്തിയുള്ളൂ. റാഫിയും ഷംലത്തും കാത്തിരിക്കുകയായിരുന്നു. ദേഹത്തള്ളി പിടിച്ചിരുന്ന് കൊഞ്ചിക്കൊഴയാനും കിന്നാരം പറയാനും ഫൗസിയും. മനസ്സിൽ അവരോട് വെറുപ്പും പകയും തോന്നി. കുടുംബം, ഭർത്താവും ബീവിയും കുഞ്ഞുങ്ങളും അടങ്ങിയ സുബർക്കം. തനിക്കില്ലാത്തത്, തനിക്ക് നിഷേധിക്കപ്പെട്ടത്, അതെല്ലാം മറ്റുള്ളവർക്ക് വാരിക്കോരി കൊടുക്കുന്ന പടച്ചോനോടും വെറുപ്പും പകയും തോന്നി. നേരെ കയറി കിടന്നു, ഒന്നും മിണ്ടാതെ. പുലർച്ചെ പോരാനായി യാത്ര പറഞ്ഞു. ഇന്നലത്തെ അസ്വസ്ഥതകൾ കുറഞ്ഞിരുന്നു. ഫൗസിയെ വാരിയെടുത്ത് മുത്തം കൊടുത്തു. ഇളയ കുഞ്ഞിനെ ലാളിക്കുമ്പോൾ മനസ്സ് ലാഘവപ്പെടുകയായിരുന്നു. വഴിയിലെത്തുമ്പോൾ നേരെ മുൻപിൽ ഡോക്ടർ മദൻ മോഹൻ്റെ കാർ. കേറടോ, സ്നേഹപൂർവ്വമുള്ള ക്ഷണം. റംസാൻ്റെ അവധി ഇന്നലെയായിരുന്നു, ഇന്ന് ഓഫീസുള്ള ദിവസമാണ്. വഹാബ് പുഞ്ചിരിച്ചു. താൻ കേറടോ സാഹിബേ. ചെറുപ്പം മുതൽ തന്നെ ഡോക്ടർ മദൻ മോഹൻ അങ്ങനെയാണ് കൂടുതലും വിളിക്കാറ്, സാഹിബേ. ഡോക്ടർ ഉറക്കെ ചിരിച്ചുകൊണ്ട് തുടർന്നു. എൻ്റെ അളിയനല്ലേ തൻ്റെ ഓഫീസർ, ലീവൊക്കെ ഞാൻ വാങ്ങിച്ചു തരാടോ. വഹാബ് ചിരിച്ചു. കാറിൽ കയറി. ഇന്നെനിക്ക് ഓഫ് ഡേ ആണ്, അതാണ് തന്നെ കൂട്ടാമെന്ന് വെച്ചത്. ഡോക്ടർ കാർ വിട്ടു. നേരെ വീട്ടിലേക്ക്. അവിടെ ഊഷ്മളമായ സ്വീകരണം ലഭിച്ചു. ഡോക്ടറുടെ ഭാര്യ സീതക്കുട്ടിയും സ്നേഹമുള്ള കൂട്ടത്തിലാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പഴയകാല ചരിത്രങ്ങൾ അയവിറക്കി. ഊണ് കഴിച്ചു. ഇടയിൽ ഡോക്ടർ ചോദിച്ചു, അവിടെ പുതിയ ഓഫീസിൽ സാഹിബിനൊരു സോഫ്റ്റ് കോർണർ ഉണ്ടോ? വിയർത്തുപോയി വഹാബ്. വിളറിയല്ലോ സാഹിബേ, അപ്പോൾ സത്യമാണല്ലേ? എന്താണ് മദൻ താനീ പറയുന്നത്? സത്യമാണോ അത് പറയും. മദൻ ചിരിക്കുകയാണ്. ആളൊരു വിധവ, ശരിയല്ലേ? അല്ലെന്ന് തലയാട്ടി. അപ്പോൾ അളിയൻ കള്ളം പറഞ്ഞതാണോ? വീണ്ടും വിളറിപ്പോയി. DMO പറഞ്ഞുവെന്നോ? ആര് പറഞ്ഞു കൊടുത്തു ഈ വിവരങ്ങളൊക്കെ? ജോയിൻ ചെയ്യാൻ വന്ന് ഉടക്കിയ ഒരു സ്ത്രീയെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റിൻ്റെ കാര്യം. അവരുമായി എന്നും ക്രാഷാണ്. അവർ വിധവയുമല്ല. പിന്നെ താൻ പറഞ്ഞ സോഫ്റ്റ് കോർണർ എന്താണ്? വഹാബ് ചോദിച്ചു. എന്തെങ്കിലും ഇല്ലാതെ അളിയൻ ചുമ്മാ ഒന്നും പറയുന്ന ആളല്ലടാ സാഹിബേ. ഇത് പറയാനായി പറഞ്ഞതുമല്ല. 10-15 വർഷമായില്ലേ തൻ്റെ വൈഫ് ഇങ്ങനെയായിട്ട്. തന്നെ കൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ കഴിയൂ. ആ വിഷയം ഞങ്ങളുടെ സംസാരത്തിൽ വന്നപ്പോൾ പറഞ്ഞതാണിഷ്ടം. പണ്ട് താനൊരു ആസിയെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നില്ലേ, ലവ് ഫെയിലിയർ. അവരല്ലേ തൻ്റെ ഈ പുതിയ ക്രാഷ്? ആമേ കറക്റ്റ്? മറുപടി പറഞ്ഞില്ല. തല കുനിഞ്ഞുപോയി. മദൻ ഉറക്കെ ചിരിച്ചു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അറിഞ്ഞു വീണ്ടും മനസ്സ് മൂടിയായിരിക്കുന്നു. ടൗണിലെത്തുമ്പോൾ ഉച്ച കഴിഞ്ഞു. ഇന്നിനി ഓഫീസിലേക്ക് പോകാൻ വയ്യ. താമസ സ്ഥലത്തേക്ക് തിരിച്ചു. ഗേറ്റിങ്കിലെത്തി ഓടാമ്പലെടുക്കാൻ തുടങ്ങുമ്പോഴാണ് അനീസ മനസ്സിൽ നിന്ന് ഒരു നിലവിളി.
ഞെട്ടിത്തിരിഞ്ഞു. വീണ്ടും കേൾക്കുന്നു ആ പതിഞ്ഞ നിലവിളി. ആരാണ് നിലവിളിക്കുന്നത്? വഹാബ് ഒരു കുതിപ്പിന് അങ്ങേ ഗേറ്റിങ്കിലെത്തി. എന്താണ് ഇവിടെ സംഭവിച്ചത്? ആരുടെ നിലവിളിയാണ് കേട്ടത്? ആസിയുടെയോ അതോ അനീസയുടെയോ? ആസിയ ഇന്ന് ഓഫീസിൽ പോയിട്ടുണ്ടാകുമല്ലോ. അനീസയും രജനയും കോളേജിൽ പോയി കാണും. പിന്നെ ഇവരിൽ ആരാണ് അവിടെ നിലവിളിക്കാൻ? ആരോ ഇവിടെ ഉണ്ട്. ഗേറ്റ് പുറത്തു നിന്നല്ല, അകത്തു നിന്നാണ് പൂട്ടിയിരിക്കുന്നത്. ഗേറ്റിൽ പിടിച്ചു കയറി അപ്പുറത്ത് ചാടി. പാഞ്ഞ് വാതുക്കൽ എത്തിയതിനിടയിൽ വഹാബിന്റെ മനസ്സിലൂടെ മിന്നൽ പിണർ പോലെ പാഞ്ഞ ചോദ്യങ്ങളാണിവ. വാതുക്കൽ തട്ടി, മറുപടിയില്ല. ബെല്ലടിച്ചു. ഒരു ഞരക്കം കേട്ടുവോ? എന്തോ പ്രശ്നമുണ്ട്, അപകടമായിട്ട് തന്നെ. വഹാബ് ശബ്ദം കേട്ട സ്ഥാനം ലക്ഷ്യമാക്കി മുറ്റത്തൂടെ പിന്നാമ്പുറത്തേക്ക് പാഞ്ഞു. അതേ നിമിഷം പിന്നിലെ വാതുക്കലൂടെ പുറത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ പാഞ്ഞു വരുന്നു. അങ്കലാപ്പോടെ രക്ഷപ്പെടാനുള്ള പാച്ചിൽ അവൻ എത്തിയത് വഹാബിന്റെ മുമ്പിൽ. ജോൺസൺ. കഴിഞ്ഞ ദിവസം ഇടറോഡിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയവൻ, രജനയുടെ കയ്യിൽ കയറി പിടിച്ചവൻ. പക വീട്ടാൻ വന്നതാണോ ഇവൻ? അപ്പോൾ രജനയാണോ ഉള്ളിൽ? ഇവൻ എങ്ങനെ ഉള്ളിൽ കയറി? വഹാബിന്റെ ഉള്ളിൽ ഒരൊറ്റയാൾ പട്ടാളം സടകുടഞ്ഞെണീറ്റ് ജോൺസനെ ആക്രമിച്ചു. ഒരു വ്യാഘ്രത്തെ പോലെ അവനെ കടിച്ചു കീറാൻ ശ്രമിച്ചു. വഹാബിനും കിട്ടി അടിയും ഇടിയും വേണ്ടുവോളം. മുറ്റത്ത് കിടന്നാണ് മൽപ്പിടുത്തം. പിന്നിലെ മുറ്റത്ത് മതിൽക്കെട്ട് ചുറ്റോട് ചുറ്റിലുമുണ്ട്. അതുകൊണ്ടാരും കാണുകയില്ല. ഒടുവിൽ പ്രായക്കൂടുതലുണ്ടെങ്കിലും വഹാബിന്റെ ശൗര്യത്തിന് മുന്നിൽ ജോൺസൺ തോറ്റു. അടിയറവ് പറഞ്ഞു. അവനെ പൊക്കി ഉയർത്തി ഫിത്തിയോട് ചേർത്ത് നിർത്തിയിട്ട് വഹാബ് മുരണ്ടു. എന്തിനാടാ നീ ഇവിടെ വന്നത്? ചോര പൊടിയുന്ന ചുണ്ട് തുടച്ച് ജോൺസൺ തുറച്ചു നോക്കി നിന്നു. അന്ന് ഞാൻ നിനക്ക് താക്കീത് തന്നതല്ലേടാ, പിന്നെന്തിനു വന്നു? വഹാബ് ആളിപ്പടരുന്ന ഭാവത്തിലായി. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാനിവിടെ കെട്ടിയിടും. എന്നിട്ട് ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തും. എന്തിന്? ജോൺസൺ അപ്പോൾ മുരണ്ടു. നിങ്ങളാരാ അത് പറയാൻ? നിങ്ങൾ ഇവിടുത്തെ ആരുമല്ലല്ലോ. ഞാൻ ആരുമായിക്കൊള്ളട്ടെ, നിന്നെ ഇവിടെ കെട്ടിയിടാൻ എനിക്ക് കഴിയുമടാ റാസ്കൽ. വഹാബ് പല്ല് കടിച്ചു. കെട്ടിയിട്ടാൽ നിങ്ങൾ തന്നെ നാറും. ഞാനോ? വഹാബ് അവനെ പിടിച്ചുലച്ചു. അതെ, എന്നെ വിളിച്ചിട്ട് വന്നതാ, അവൻ കൂസാതെ പറഞ്ഞു. വാതിൽ തുറന്നു തന്നിട്ടാ ഞാൻ അകത്ത് കയറിയത്. വഹാബ് പൊള്ളിയതുപോലെ കൈത്തലം അവനിൽ നിന്ന് പിൻവലിച്ചു. ആര് വിളിച്ചു നിന്നെ? പറയടാ. അവൻ വഹാബിനെ ഒന്ന് തുറച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, ആണിനെ വേണമെന്ന് തോന്നിയ പെണ്ണ്, അല്ലാതാരാ? തലയൊന്ന് കുടഞ്ഞ് അവൻ വഹാബിനെ തള്ളി മാറ്റിയിട്ട് നടന്നു. പിന്നിലെ മതിലിൽ പൊത്തിപ്പിടിച്ച് കയറി അപ്പുറത്തെ പറമ്പിലേക്ക് ചാടി. ആരാണ് ഇവനെ വിളിച്ചത്? ആണിനെ വേണമെന്ന് തോന്നിയ പെണ്ണാര്? അനീസയോ രജനയോ ആകാൻ വഴിയില്ല. ആസ്യ? അവളാണോ? അതും ഇവനെ ഇന്ന് ലീവ് എടുത്ത് ക്ഷണിച്ചതായിരിക്കും. കൊച്ചു കാമുകനെ ക്ഷണിച്ചതാണെങ്കിൽ പിന്നെ നിലവിളിച്ചതെന്തിന്? അവളുടെ കണക്ക് കൂട്ടലുകളിൽ പിഴവ് പറ്റിയിരിക്കാം. താൻ ബെല്ലടിച്ചപ്പോൾ അവളാകാം. പിന്നാമ്പുറത്തെ വാതിൽ തുറന്നു കൊടുത്തതും ഒന്നിനും മടിക്കാത്തവൾ, ഒരുമ്പെട്ടവൾ, ഹാറാം പറപ്പ്. ചോദിക്കാനും ശാസിക്കാനും ആരുമില്ലല്ലോ. കെട്ടിയവനെ ഉപേക്ഷിച്ച് സ്വതന്ത്ര ജീവിതം. ഇവളെക്കുറിച്ച് സ്വപ്നങ്ങൾ നെയ്തുപോയ തന്നെ വഹാബ് വെറുത്തു. അടിമുടി അറപ്പും വെറുപ്പും നിറഞ്ഞു. എങ്കിലും അവളെ ബോധ്യപ്പെടുത്തണം താൻ ഇതിന് സാക്ഷിയാണെന്നും. കണ്ടുപിടിക്കപ്പെട്ടു എന്ന്. തൻ്റെ മുൻപിൽ ഇനി അവൾ ഞെളിഞ്ഞു നിൽക്കരുത്. പിൻവാതിലൂടെ തന്നെ അകത്ത് കയറി. ഏത് മുറിയാണ് അവളുടേത്? ഏത് മുറിയിൽ നിന്നാണ് നിലവിളി കേട്ടത്? തൊട്ടടുത്താണ് താമസമെങ്കിലും ആദ്യമായിട്ടാണ് അതിനുള്ളിൽ കയറി പറ്റുന്നത്. അന്യനാണെന്ന ചിന്തയുണ്ടായില്ല, ഭയവും തോന്നിയില്ല. പകരം ധാർഷ്ട്യമായിരുന്നു ഉള്ളിൽ. നല്ല അടുക്കും ചിട്ടയുമുള്ള അടുക്കള, 2-3 റൂമുകൾ ഒക്കെ കയറി ഇറങ്ങി. എങ്ങും ആരുമില്ല. ഒടുവിൽ ഒരു തേങ്ങൽ കേട്ടു. വീണ്ടും വഹാബ വാതുക്കലെത്തി. ആസിയല്ല. ഷോക്കേറ്റതുപോലെ വഹാബ് നിന്നു. അനീസ നീയോ? നിന്റെ ഉമ്മായെപ്പോലെ നീയും? നീയാണോ അവനെ വിളിച്ചത്? അങ്ങനെയൊക്കെ അലറി ചോദിക്കാൻ തോന്നി. ആസിയെ തന്നെയായിരുന്നു താൻ നിക്കാഹ് ചെയ്തിരുന്നെങ്കിൽ താൻ ജന്മം കൊടുക്കേണ്ടുന്ന മകൾ. സത്യം അങ്ങനല്ലെങ്കിലും വഹാബിന് ഒരു നിമിഷം അവളിൽ ഒരു ബാപ്പയുടെ അധികാരം തോന്നിപ്പോയി. അയാൾ കലിയോടെ അവളെ തുറച്ചു നോക്കി. ധൃതിയിൽ വാരി ചുറ്റിയ ഡ്രസ്സുകൾ. ഇവൾ അതിന് മടിക്കില്ല. പാർക്കിൽ വെച്ച് താൻ കണ്ടതല്ലേ മറ്റൊരു രംഗം. വഹാബ് അറച്ചുപോയി. സാർ. അനീസ മെല്ലെ അടുത്തേക്ക് വന്നു. അവളുടെ മിഴികളിൽ ഭീതി ഉണ്ടായിരുന്നു. എന്തിനെന്നറിയില്ല. അവൾ അടുത്തെത്തിയപ്പോഴേക്കും വഹാബ് സ്വയം മറന്നു. ആഞ്ഞൊറ്റയടി അനീസയുടെ കവിൾത്തടത്തിൽ. ഉമ്മോ! അവൾ നിലവിളിച്ചു പോയി. നീയും നിന്റെ ഉമ്മായെപ്പോലെ തന്നെ? വഹാബ് മുഖം ചുളിച്ചു. വെറുപ്പോടെ അവളെ നോക്കി. പിന്നെ വെട്ടിത്തിരിഞ്ഞു നടന്നു. സാർ. ഒറ്റ പൊട്ടലായിരുന്നു പിന്നീട്. വഹാബ് നിന്നുപോയി. എന്നെ തെറ്റിദ്ധരിച്ചിട്ട് പോകല്ലേ സാർ.
അനീസയുടെ തേങ്ങൽ വീണ്ടും. തെറ്റിദ്ധാരണയോ? വഹാബ് അവൾക്ക് നേരെ തിരിഞ്ഞെന്ന് വിരൽ ചൂണ്ടി. ഞാൻ നേരിൽ കണ്ടത് തെറ്റായ ധാരണയോ? എൻ്റെ മുൻപിലേക്കാണ് അവൻ ചാടി വീണത്. വേണ്ടത്ര കൊടുത്തിട്ടുണ്ട് ഞാൻ കണ്ടു സാർ, അനീസ പറഞ്ഞു. ഞാൻ കണ്ടു സാറും അയാളും തമ്മിൽ അടിപിടി ഉണ്ടാക്കിയത്. വേണ്ടിയിരുന്നില്ല അല്ലേ? ഞാൻ അനാവശ്യമായി ഇടപെട്ടു. വഹാബിൻ്റെ സ്വരത്തിന് മൂർച്ച കൂടി. എനിക്ക് ഇങ്ങനൊരു സൂക്കേടുണ്ട്. അയ്യോ അല്ല സാർ, അല്ല സാർ. ദൈവദൂതനെ പോലെ വന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അനീസ പൊട്ടിക്കരഞ്ഞുപോയി. രക്ഷപ്പെട്ടതോ? വഹാബ് അവളെ തുറിച്ചു നോക്കി. അയാൾ പറഞ്ഞതൊന്നും ശരിയല്ല സാർ. ഞാൻ അയാളെ വിളിച്ചിട്ടില്ല ഒരിക്കലും. എനിക്ക് അയാളെ വെറുപ്പാണ്. എന്നിട്ട് എന്തുകൊണ്ട് അപ്പോൾ തന്നെ പറഞ്ഞില്ല? എങ്കിൽ ഞാൻ അവനെ ഇവിടെ കെട്ടിയിട്ട് ആൾക്കാരെ വിളിച്ചുകൂട്ടി പോലീസിൽ ഏൽപ്പിക്കുമായിരുന്നല്ലോ. വഹാബിൻ്റെ സ്വരത്തിൽ മൂർച്ച ഒട്ടും കുറഞ്ഞിരുന്നില്ല. സാർ അത് തന്നെ ചെയ്യുമെന്ന് എനിക്ക് തോന്നി. സാറിൻ്റെ ദേഷ്യവും ശൗര്യവും അത്രയ്ക്കുണ്ടെന്നും എനിക്ക് തോന്നി. ഓഹോ, അപ്പോൾ അവനെ രക്ഷപ്പെടുത്തുകയായിരുന്നു അല്ലേ? വഹാബ് പുച്ഛിച്ചു. പടച്ച തമ്പുരാനാണേ സത്യം. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. സാർ എത്തിയില്ലായിരുന്നെങ്കിൽ അവനെ ഞാൻ എങ്ങനെ ഇവിടെ കൊന്നിട്ട് പോകുമായിരുന്നു സാർ. അനീസയുടെ തേങ്ങിപ്പൊട്ടൽ കള്ളത്തരമാണെന്ന് വഹാബിന് അപ്പോൾ തോന്നിയില്ല. സാർ അവനെ ഇവിടെ കെട്ടിയിട്ടിട്ട് നാട്ടുകാരെയും പോലീസിനെയും വിളിച്ചു വരുത്തും. എല്ലാവരോടും ആ ദുഷ്ടൻ ഇതുതന്നെ പറയും. ആരുമല്ലാത്ത സമയം നോക്കി ഞാൻ ഇവിടെ ക്ഷണിച്ചു വരുത്തിയതാണെന്നും സാറ് വിശ്വസിച്ചതുപോലെ എല്ലാവരും വിശ്വസിക്കും. പിന്നെ എന്തിനാണ് സാർ ഞാൻ ജീവിച്ചിരിക്കുന്നത്? വഹാബ് അടിയേറ്റതുപോലെ നോക്കി നിന്നു. സ്വന്തം മാനം എങ്ങനെയെല്ലാം രക്ഷിക്കണമെന്ന് ഒരു പെണ്ണിനെ ആരും ഉപദേശിക്കേണ്ടതില്ല. ഇന്നാള് കവലയിൽ വെച്ചുണ്ടായ പ്രശ്നത്തിന് പക തീർക്കാൻ വന്നതാണവൻ, അനീസ പറഞ്ഞു. ഞങ്ങൾ കടന്നു പോകുമ്പോൾ എപ്പോൾ കണ്ടാലും അവൻ കമൻറ്റ് പറയും. എനിക്ക് ലെറ്റർ വെച്ച് നീട്ടിയിട്ടുമുണ്ട്. മോശമായ മിഴികളേ ഉള്ളൂ ഞങ്ങൾക്ക് ചുറ്റും. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതുപോലെ. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടല്ലേ. ഈ വീടിന് ചുറ്റും ഒരുപാട് കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഓരോ നിമിഷവും ജാഗ്രതയോടെയാണ് കഴിയുന്നത്. എന്നിട്ടും ഇന്നെന്തു പറ്റി? അധികാര സ്വരമാണ് വഹാബിന്. ഇന്നെന്താ ക്ലാസ്സിൽ പോകാതിരുന്നത്? വല്ലാത്ത തലവേദന, അതുകൊണ്ട് പോകണ്ടാന്ന് ഉമ്മ പറഞ്ഞു. അനീസ എന്തോ മറയ്ക്കുന്നെന്ന് വഹാബിന് തോന്നി. അതോ തൻ്റെ സംശയമോ? അനീസ നടന്ന സംഭവങ്ങൾ വിവരിക്കുകയാണ്. ഉമ്മയും രചനയും പോയി. അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടാകും രചന തനിയെ പോകുന്നത്. വഹാബിന് തോന്നി അത് സത്യമാണെന്ന്. അനീസ തുടർന്നു. ലാക്ക് നോക്കി അവൻ ഇവിടെ വട്ടം കറങ്ങിയിട്ടുണ്ടാകണം. ഉമ്മയും ചേട്ടത്തിയും പോയതോടെ ഗേറ്റ് അടച്ച് ഞാൻ പൂട്ടി. മുൻവശത്ത് വാതിലും പൂട്ടി സുരക്ഷിതയായി ഞാൻ ഇതിനുള്ളിലിരുന്നു. തലവേദന കാരണം ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചില്ല. ഞാൻ ഈ മുറിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അയാൾ ഈ മുറിയിലെത്തി എന്നെ പിടിച്ചപ്പോഴേ ഞാൻ അറിഞ്ഞുള്ളൂ. വാതിൽ അയാൾ എങ്ങനെ തുറന്നു? എനിക്കറിയില്ല സാർ. ഒരു പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ തന്നെയാവും വാതിലടച്ചത്. കുറ്റിയിടാൻ മറന്നിരിക്കാം. അങ്ങനെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. അവസരം നോക്കി നടന്നിരുന്ന ആക്രമിക്ക് അനീസയുടെ മറവി അനുഗ്രഹമായി. വഹാബ് അകത്തേക്ക് ശ്രദ്ധിച്ചു. അവൾ പറഞ്ഞത് സത്യമാകണം. മുറിയിൽ മൽപ്പിടുത്തം നടന്നതുപോലെ സാധന സാമഗ്രികളും ബുക്കുകളും വസ്ത്രങ്ങളും ഒക്കെ. സാർ ഇപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ. അനീസ വീണ്ടും നന്ദിയോടെ നോക്കി. ഞാൻ ഗേറ്റിങ്കിലെത്തിയപ്പോഴാണ് നിലവിളി കേട്ടത്. എന്തിനാണെന്നറിയാൻ ഓടി വന്നതാണ്. അനീസ അകത്തേക്ക് നീങ്ങി കീറി പറഞ്ഞൊരു ഹൗസ് കോട്ട് എടുത്ത് വഹാബിനെ കാട്ടി. അയാൾ കീറി പൊളിച്ചതാണ്. കുറേയൊക്കെ ചെറുത്തു നിന്നു. കീഴ്പ്പെട്ടു പോകുമെന്ന് ഒടുവിൽ ഭയന്നു പോയി. അതാണ് നിലവിളിച്ചത്. ഒന്നും അറിയാതെ അവൻ പറഞ്ഞത് വിശ്വസിച്ച് ഞാൻ അനീസയെ. വഹാബ് തെല്ല് ചമ്മലിൽ ഏറെ വിഷമത്തോടെ പറഞ്ഞു. തല്ലി. അനാവശ്യം പുലമ്പി. പാടില്ലായിരുന്നു രണ്ടും. എൻ്റെ ബാപ്പ തല്ലിയതായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ സാർ, അനീസ പറഞ്ഞു. ബാപ്പ ഞങ്ങളോടൊപ്പം ഇല്ലാതായതാണ് എല്ലാ പ്രശ്നത്തിനും കാരണവും. ആർക്കെന്തു വേണമെങ്കിലും പറയാം, ചോദിക്കാം. ആൺതുടയില്ലാത്ത ജീവിതമല്ലേ ഞങ്ങളുടേത്. സ്ത്രീകൾ തന്നെയാകുമ്പോൾ എന്തു ആകാമല്ലോ, എങ്ങനെ ആകാമല്ലോ. അനീസ വീണ്ടും തേങ്ങി പൊട്ടിപ്പോയി. തെല്ലുച്ചത്തിൽ തന്നെ. കുട്ടി കരയാണ്ടിരിക്കൂ, വഹാബ് അനുകമ്പയോടെ അവളെ നോക്കി പറഞ്ഞു. ചില സമയത്ത് എനിക്ക് സമനില തെറ്റും. എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റാത്ത അവസ്ഥ. അനീസയുടെ നനഞ്ഞ മിഴികളും ഭീതിയാർന്ന മുഖഭാവവും ഒക്കെ നോക്കി ഒരു നിമിഷം നിന്നു. വല്ലാത്തൊരു വാത്സല്യം തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ അടിച്ചു പോയത്. വല്ലാതെ നൊന്തു അല്ലേ? സാരമില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ സാർ, അനീസ പറഞ്ഞു. ഏതായാലും കുട്ടി ഇനി സൂക്ഷിക്കണം. അവൻ വാശിക്കാരനാണെന്ന് തോന്നുന്നു. ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പ്, പണത്തിൻ്റെ പുളപ്പ്, വാശി കൂടും. അവൻ ഇനിയും അവസരം നോക്കും, വഹാബ് പറഞ്ഞു. അയാൾ മൂർഖനാണ് സാർ. അതുകൊണ്ടാണ് കഴിയുന്നതും പ്രശ്നമുണ്ടാക്കാതെ ഇത്രയും നാൾ ഒഴിഞ്ഞു മാറി നടന്നിരുന്നത്. ഏതായാലും ഇനിയും സൂക്ഷിച്ചോളൂ. സാറും സൂക്ഷിച്ചോളൂ. ഞാൻ എന്ത് സൂക്ഷിക്കാൻ? എനിക്ക് ഭൂമിയും ആകാശവും എല്ലാം ഒരുപോലെയാണ്.
2 തവണ സാർ അവനുമായി ഏറ്റുമുട്ടി. 2 തവണ അവൻ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ വാശി കൂടും സാർ. ആളെ കൂട്ടി സാറിനെ ഉപദ്രവിച്ചാലോ? അനീസ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഉപദ്രവിക്കട്ടെ, ഐ ഡോണ്ട് കെയർ. ഒന്ന് മന്ദഹസിച്ച് വഹാബ് പറഞ്ഞു. ഉപദ്രവിക്കുന്നുവെങ്കിൽ എന്നെ അങ്ങ് തീർത്തു തരണം, അതാണ് എൻ്റെ ആഗ്രഹം സാർ. അവൾ അമ്പരന്ന് പോയി. ആ, ഇനി ഞാൻ പോകുന്നു അനീസ. വഹാബ് മുൻവശത്തേക്ക് നടന്നു. പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഇവിടെ നടന്നതൊന്നും നമ്മളുടെ ഇരുവരും അല്ലാതെ മറ്റാരും അറിയണ്ട, അനീസയുടെ ഉമ്മ പോലും. അനീസ സമ്മതഭാവത്തിൽ തലയാട്ടി. ഈ വേഷത്തിൽ കണ്ടാൽ ആരും ഒറ്റ നോട്ടത്തിൽ സത്യം മനസ്സിലാക്കും. മുഖമൊന്ന് കഴുകി തുടച്ച് ഈ വേഷവും മാറ്റിക്കോളൂ. അത്രയും പറഞ്ഞിട്ട് അയാൾ മുൻവശത്തെത്തി. വാതിലിൻ്റെ കുറ്റിയെടുത്തു. തുറന്ന വാതിക്കലൂടെ സിറ്റൗട്ടിലേക്ക് വലത് കാൽ വെച്ച വഹാബ് തീക്കുണ്ടത്തിൽ കാൽ പുതയപ്പെട്ടതുപോലെ നിന്നുപോയി. മുൻപിൽ ആസിയ ബീവി. പട്ടുറുമാൽ എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്